വചനം വായിക്കും. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച ശേഷം നമുക്ക് ഇരിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കും വചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. എന്താ ഈ വചനം ദൈവമാകുന്നു. ഇപ്പൊ നമ്മൾ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ വായിക്കുന്ന വചനത്തിനുള്ളിലാണ് ജീവൻ. വചനം എല്ലാവരുടെയും കയ്യിലിരിപ്പുണ്ട്, നമ്മൾ വായിച്ചിരുന്നു. പക്ഷെ ഇതിനുള്ളിലാണ് ജീവൻ, വെളിപ്പാട്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. വചനം വെളിപ്പാട് പുസ്തകം 3:5. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബൈബിൾ ആദ്യം മുതൽ കർത്താവ് നാം ജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തോൽപ്പിക്കുന്നവനെ ഏദൻ തോട്ടം മുതൽ കൊണ്ടുവന്നിരിക്കുന്നു. ബൈബിൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. എപ്പോഴും പരിശോധിക്കുന്നവനെയും നമ്മളെ പിന്നിലേക്ക് അടിക്കുന്നവനെയും കൂടെ നിർത്തും. എന്നിട്ട് ദൈവത്തിന്റെ വചനം നൽകും. ആ വചനത്തിന്റെ വെളിപ്പാട് വരുമ്പോൾ ഏറിയ ഭാഗം ജനവും ആ വെളിപ്പാടിനെതിരെയായിരിക്കും. നാം ആ വലിയ കൂട്ടത്തോടു കൂടിയാണോ? ആ ചെറിയ ജനമുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, ചെറിയ കൂട്ടത്തിൽ ഞാൻ അധികാരം അല്ലെങ്കിൽ ചാവി നൽകാൻ ആഗ്രഹിക്കുന്നു. അതാകുന്നു കർത്താവായ യേശു ക്രിസ്തു നാമം. ഇന്ന് ഞങ്ങൾക്ക് കർത്താവ് നാമം നൽകിയിരിക്കുന്നു. ജയിക്കുന്നവനാണ് വെള്ളയുടുപ്പ്, അത് നീതിയുടെ വസ്ത്രം. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, അതായത് ജീവപുസ്തകത്തിൽ ഓരോ ഉണർവ് യോഗത്തിലും ജീവപുസ്തകത്തിൽ പേരെഴുതാറില്ല. ലോകം മുഴുവൻ അങ്ങനെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് മീറ്റിംഗിൽ കർത്താവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് വരിക. എത്ര പേര് സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഇന്ന് നിന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതുമെന്ന് ഈ പുരോഹിത വർഗം എല്ലാം വിളിച്ചു പറയുമ്പോഴും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. കാരണം ഇത് വചനവിരുദ്ധമാണ്. പേരെഴുതുക എന്നൊരു സമ്പ്രദായമില്ല. പേരെഴുതി കഴിഞ്ഞ് എപ്പോൾ? ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ പേരെഴുതപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ നാം വചനത്തിന് തെറ്റിപ്പോകുമ്പോൾ പേര് മായ്ക്കുന്ന സമ്പ്രദായമേ ഉള്ളൂ. നോക്കൂ, അവന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവ്, ഈ ദൂതന്മാർ ആരാണെന്ന് അവിടെ ചെന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് വിശുദ്ധന്മാരാണ്. കർത്താവ് തന്റെ ദൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഇതാരാണ്? ജീവപുസ്തകത്തിൽ നിന്നും പേർ മായ്ച്ചു കളയാത്ത ഒരു കൂട്ടർ പിതാവിന്റെ സന്നിധിയിൽ. നിങ്ങൾ വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? കരുണയുള്ള കർത്താവെ, നാം ഇന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അത് കേട്ടിട്ട് വിശ്വസിക്കാത്തവർ നമ്മുടെ മുമ്പിൽ തന്നെയാണ് ന്യായവിധിയിൽ വരുന്നത്. അതിനായി നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദി. കർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് വില്യമാരും ബ്രഹാമിലൂടെ സംസാരിച്ചിരിക്കുന്നു. അതിന്റെ മർമ്മങ്ങളെ, ആഴങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കേണ്ടത് നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. എല്ലാവരും പറയുന്നു ഞങ്ങളുടെ യേശുവിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, എന്നെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന്. കരുണയുള്ള കർത്താവെ, എന്നാൽ എന്നെ എന്നത് യേശു, അത് വേറൊരു വ്യക്തി, അത് പുത്രൻ മാത്രമാണെന്ന് പറയുമ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. എന്നിൽ ഇതോട് സംസാരിച്ചത് ആത്മാവായ ദൈവമാണ് ജഡശരീരത്തിൽ വന്നതെന്ന് അറിയാത്ത ഇത് രണ്ട് എന്ന് പറയുന്നവർ ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, നിത്യജീവൻ പ്രാപിച്ചിട്ടുമില്ല എന്ന് ഞങ്ങൾ ജീവപുസ്തകത്തിൽ നിന്ന് പഠിച്ചു. കർത്താവേ, ഇതൊരു താലന്തായിരിക്കുന്നു. നമ്മോടൊപ്പമുള്ളവർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ, ബന്ധുജനങ്ങൾ, വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂടെ സഭയിൽ ഇരുന്നവരും എല്ലാം മരണത്തിലായിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ പോയി പറഞ്ഞില്ല എങ്കിൽ താലന്ത് ലഭിച്ചിട്ട് കുഴിച്ചിട്ടവനെ പോലെ ആകും. അത് ദുഷ്ടദാസനെ എന്ന് വിളിക്കും. ദുഷ്ടദാസൻ അത് പിശാചിന്റെ മകനാണ്. അവനാണ് ഇത് അറിയിക്കരുതെന്നുള്ള ഉദ്ദേശം അല്ല. ദൈവത്തിന്റെ ആത്മാവ് അല്പമെങ്കിലും അഭിഷേകമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമായി അവർ പോയിരിക്കും. അവർ ലജ്ജ സഹിക്കും. അത് ഇപ്പൊ പറഞ്ഞു, അവരെ മഹത്വവും ബഹുമാനം അണിയിക്കുമ്പോൾ അവരെ കിരീടങ്ങളിൽ മുത്തു ചാർത്തപ്പെടുന്നു. അത് ലജ്ജയാണെങ്കിൽ നമ്മുടെ ലഭിച്ച ആത്മാവ് ഏതാണെന്ന് പരിശോധിക്കുക. കരുണയുള്ള കർത്താവെ, തിരുവനന്തപുരത്തേക്ക് കടക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നതിന്റെ മർമ്മങ്ങളെ, ആഴങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഉണ്ടായിരിക്കാം. ഇവിടെ പറയുന്ന ഓരോ വാക്യവും ഈ കേൾക്കുന്ന ശബ്ദമല്ല, ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു മുകളിൽ നിന്നല്ല സംസാരിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്
ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. അത് മറ്റുള്ളവർക്ക് വേണ്ട, നമ്മുടെ ഉള്ളിലെ ജീവൻ തന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ജീവൻ വന്നു എങ്കിലേ നമുക്ക് ജീവൻ കൊടുക്കുവാൻ പോകാൻ കഴിയുള്ളൂ, എങ്കിലേ സുവിശേഷം അറിയിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലാതെ വെറുതെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, എങ്കിലേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാട് സംസാരിക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ കർത്താവ് നമ്മൾ സംസാരിക്കണം. ആ ശബ്ദം കേൾക്കാനാണ് നാം വന്നിരിക്കുന്നത്. കാരണം യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്, ജീവപുസ്തകത്തിൽ നിന്ന് പേരെഴുതപ്പെടാത്ത എന്നാൽ ഒന്നാമത്തെ വരവിൽ പോകാതെ 1000 ആണ്ട് വാഴ്ചയിൽ പുനരുദ്ധാനത്തിൽ വന്നവരും 1000 ആണ്ട് കാലം ദണ്ഡനത്തിൽ ഇട്ടിരുന്ന ചിലരെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞത്. അതിൽ ഒരു കൂട്ടരെ കർത്താവ് നീതിയുടെ വസ്ത്രം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ളവരെയും സ്നേഹിച്ച് പരിപാലിച്ച് അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ ചെയ്തു എന്ന കാരണത്താൽ. ഇതാ യേശു പറഞ്ഞത്, ഞാൻ വിവസ്ത്രനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അത് ഞാൻ നഗ്നനായിരുന്നു, ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എന്നെ കുടിപ്പാൻ തന്നില്ല, ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എന്നെ ഭക്ഷിപ്പാൻ തന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വഴിവകിൽ കിടക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ നഗ്നനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തലർ, ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്, അവരാണ് യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവർ. അവർ വിവസ്ത്രരാണ്, നഗ്നരാണ്. നീതിയുടെ വസ്ത്രം അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് ആർക്ക് മനസ്സിലാകും? ഇപ്പോൾ നീതിയുടെ വസ്ത്രം കിട്ടിയ നമുക്ക് മനസ്സിലാകും, നമ്മൾ അവരുടെ കൂടെ ഇരുന്നവരാണ്. ഈ വെളിപ്പാടാകുന്നു നീതിയുടെ വസ്ത്രം. വിശ്വാസത്താൽ നീതീകരണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 വ്യക്തികളെന്ന് ലോകം പഠിപ്പിക്കുന്നതിന് ഇത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം അറിയിക്കേണ്ട മെയിൻ കാരണം ഇത്. അവിശ്വാസി ബൈബിൾ വായിച്ചാലും 3, വിശ്വാസി വായിച്ചാലും 3. വിശ്വാസി എന്ന് പറയുന്നവർ, യഥാർത്ഥ വിശ്വാസി വായിച്ചാൽ പിടികിട്ടും, കർത്താവ് യേശു ക്രിസ്തു. ഇത് കാണുന്നവനാണ് വിശ്വാസി. ഇതാണ് വിശ്വാസത്താൽ, റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്കോ ദൈവത്തോട് കൂട്ടായ്മ. അപ്പോൾ ഇത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയും നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് നീതിയുടെ വസ്ത്രവും ലഭിച്ചിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അറ്റ്ലീസ്റ്റ് ഇത് ബൈബിൾ പറയുന്ന സുവിശേഷം ആരുടേതാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു സുവിശേഷം. അതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ. പഴയ നിയമം പിതാവ് നൽകിയത്, സുവിശേഷം പുത്രൻ നൽകിയത്, അപ്പോസ്തല പ്രവൃത്തി മുതൽ പരിശുദ്ധാത്മാവ് നൽകിയത്. ബൈബിൾ മുഴുവനും ഒരുവന്റെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ. ഇത് തിരിച്ചറിയുന്നവൻ മാത്രമേ നിത്യജീവൻ ലഭിച്ചിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പറയൂ. അറ്റ്ലീസ്റ്റ് അവരുടെ ഹൃദയത്തിൽ സ്പാർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കൂ. അത് നമ്മുടെ ഉള്ളിൽ തീ വേണം. ഹോളി ഗോസ്റ്റ് നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടെങ്കിലേ അവർക്ക് തീ പിടിപ്പിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിച്ചു, നമ്മൾ സംസാരിച്ചതാണ്. ലോകത്തെ മുഴുവൻ അവിശ്വാസിയും ആരായാലും മലമുകളിൽ താമസിക്കുന്ന ഒരു ആദിവാസി ആദ്യത്തെ അവിടുത്തെ നിവാസികൾ എന്നുള്ള അർത്ഥം, അവരായാലും പാപപരിഹാരത്തിന് എന്തിന് രക്തം ചീന്തണം? യേശു ക്രിസ്തു രക്തം ചീന്തി, ലോകത്തുള്ള സകല മനുഷ്യരും രക്തം ചീന്തുന്നു. രക്തത്തിൽ എങ്ങനെ പാപം ഇടകലർന്നു? എന്തിന് പാപമോചനത്തിന് രക്തം ചീന്തണം? ക്രിസ്ത്യാനി എങ്ങനെയെങ്കിലും നിങ്ങൾ ചോദിക്കൂ. ഇത് തിരിച്ചറിഞ്ഞാലെങ്കിലും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടും. കാര്യം രക്തം ചീന്തിയ യാഗമേ ദൈവം സ്വീകരിക്കുള്ളൂ. രക്തം ചീന്താത്ത കായിന്റെ യാഗം സ്വീകരിച്ചില്ല. അതും ബുദ്ധിയിലാണ്. വെളിപ്പാട് ദൈവത്തിൽ നിന്ന് ലഭിച്ചു ഹാബേലിന്. അത് വികൃതമായിരുന്നു, വിരൂപമായിരുന്നു, അപമാനം ഉണ്ടാക്കുന്നതായിരുന്നു. അതാണ് നാം. രക്തം ചൊരിഞ്ഞ യാഗം, ക്രൂശിലെ യാഗം, കർത്താവ് യേശു ക്രിസ്തു നാമത്തിലെ സ്നാനം സ്വീകരിച്ച നാം മറ്റുള്ളവർക്ക് അപമാനമാണ്, കാണുന്നത് തന്നെ വെറുപ്പാണ്. അവര് കൂടി എന്ന് പറയും, ഇത് മറ്റേ ആളാണ്. ഏതാണ്? അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളിനോടൊപ്പം നമ്മൾ ചേർന്നു, കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ. അപ്പൊ അവിടെ പറയുക, എന്നിട്ട് ക്രമേണ പറയുക, രക്തം എവിടെയാണ് ഇടകലർന്നത്, എങ്ങനെയാണ് കായിൻ ജനിച്ചത്, ഈ വക കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം പറഞ്ഞത്, കർത്താവിനുള്ളവരെയും പരിപാലിച്ചു എന്ന ആ സിമ്പിൾ എന്ന് നമുക്ക് തോന്നും. അല്ല, അത് ആരായിരുന്നു? യേശു എന്താ പറഞ്ഞത്? നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. അപ്പോസ്തലൻ പൗലോസ് മറ്റവരെ ഉപദ്രവിച്ചപ്പോൾ അത് യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങൾ വസ്ത്രം തന്നില്ല, നീതിയുടെ വസ്ത്രം. നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ദൈവത്തിന്റെ വചനമെന്ന് ഞാൻ പറയുന്നില്ല, വെളിപ്പാടാണ് മറഞ്ഞിരിക്കുന്നത്. അതാണ് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും.
അപ്പൊ നമ്മൾ ഈ വെളിപ്പാട് എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം അവർ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ബുദ്ധി അബലമാക്കിയിട്ട് ശരിയാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ മതി, കർത്താവ് ഈ മറഞ്ഞിരിക്കുന്ന മന്ന നമ്മൾ കൊടുക്കുന്നവർ ഭക്ഷിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മനസ്സിലാകില്ല. നമ്മൾ യൂട്യൂബിൽ സംസാരിക്കുന്ന പബ്ലിക് ലൈവ് കൊടുക്കുന്നു, എത്രയോ പേർ കേൾക്കുന്നു, വല്ല ഫലവും ഉണ്ടോ? അവർ മറ്റുള്ള പള്ളി പ്രസംഗിക്കുന്ന പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളതല്ല ഇത് കയറി കണ്ടാലും ഇവർക്കത് ഗ്രഹിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവൻ ദൈവം. അവൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കേൾക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ദൈവം ഗ്രഹിപ്പിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് കലക്ക് ഉണ്ടാകും, അത്ര തന്നെ. ഓക്കെ, അപ്പോ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുകയാണ്. ചിലർ വിചാരിക്കുന്നത് പോലെ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുകയില്ല. ആര് വീണ്ടെടുക്കപ്പെടുക? 1000 ആണ്ട് വാഴ്ചയിലേക്ക് പോയ എല്ലാവരും പോവില്ല. ദുഷ്ടന്മാർ അഗ്നിപ്പൊയ്കയിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതാണ് ദുഷ്ടന്മാർ, പിശാചിനാൽ ഉപദേശിക്കപ്പെട്ടവർ. അത് ആരാണെന്ന് നമ്മൾ അറിയണം. നമുക്കാണ് ഈ മഹാപുരോഹിതന്മാരെന്നും പാസ്റ്ററെന്നും ബഹുമാനം കൊടുക്കും. ബഹുമാനിച്ചോ, കുഴപ്പമൊന്നുമില്ല പാസ്റ്റർ, പക്ഷെ അവരെ എതിർ ക്രിസ്തുക്കളാണ്. ദുഷ്ടന്മാരോ ഇവയിലൊന്നും ഗ്രഹിക്കില്ല. ആരാണ്? പിശാചിന്റെ ഉപദേശം കേൾക്കുന്നവരാ. അതാ യേശു പറഞ്ഞ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവൻ ആദ്യമേ കള്ളനും കൊലപാതകയും. ആരാണ് ആദ്യത്തെ കൊലപാതകി? പിശാചിനാലാണ്. കള്ളൻ ആരാണ്? നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അവനെന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല നിശ്ചയം. പിശാച് തന്നെയാണ്. അവരുടെ കൈവഴിയാണ് ഈ സഭകൾ മുഴുവനും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടാൻ പറയുമ്പോൾ ഇവരെന്തിനു നമ്മളോട് എതിർക്കണം? ഒരു കാരണവുമല്ലാതെ 24 മണിക്കൂറും യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ജനത്തോട് തന്നെ നമ്മൾ യേശുക്രിസ്തു നാമം പറയുമ്പോൾ അവരുടെ ബോധമനസ്സിനെയും വെളിപ്പാടിനെയും അല്ലെങ്കിൽ പരിജ്ഞാനത്തെ മുഴുവൻ മന്ദമാക്കിയിട്ട് നമ്മളോട് ശത്രുതാ മനോഭാവം. പറ്റുമെങ്കിൽ മൊബൈലിൽ അവരുടെ ഫേസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് സാവകാശം ഒന്ന് കാണിച്ചു കൊടുത്തോളാം. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ സന്തോഷിച്ചിരിക്കുന്നത്, സഹോദര ഞാൻ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ ആയിരുന്നായി ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കപ്പെടട്ടെ. കർത്താവേ സ്തോത്രം. ഓക്കെ, അടുത്ത പുതിയതെടുക്കുകയാണ്. ഒരു കാര്യം കൂടെ തെളിവായി പറയട്ടെ. ചിലർ കരുതുന്നത് പോലെ പല രാജ്യങ്ങളും യഹൂദന്മാരെ സഹായിക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്തതിനാൽ ആ രാജ്യങ്ങളെ ന്യായം വിധിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒരു ന്യായവിധി അല്ല അവിടെ നടക്കുന്നത്. ഇപ്പോ ഇവിടെ ഈ ഇസ്രായേലിൽ ഇന്ത്യയെ സഹായിച്ചപ്പോ എന്തിനാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചെന്ന് അറിയാമോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇവിടെ പഠിപ്പിക്കുകയാണ് ലോകം. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും ഇസ്രായേലാണ് ഇന്ത്യയെ സഹായിച്ചത്, അല്ലെ? കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത തരത്തിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇസ്രായേൽ വന്നിട്ട് തീവ്രവാദികൾ എവിടെയെല്ലാം ഒളിഞ്ഞിരിക്കുന്നു, അവരുടെ ആയുധപുരകൾ എവിടെയാണെന്ന് ഇസ്രായേലിന്റെ ചാര ഉപഗ്രഹത്തിന്റെ സാറ്റലൈറ്റ് നമ്മൾ ഈ സോഫ്റ്റ് ലിങ്ക് അയച്ചു കൊടുക്കുന്ന, ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് പോലെ അവർ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇവിടെ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഈ മിസൈലുമായി കണക്ട് ചെയ്തപ്പോൾ മിസൈലിലും സോഫ്റ്റ്വെയർ നമ്മൾ ഈ ഫോണിലെ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്ത് ഈ മിസൈൽ കറക്റ്റ് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയി വീഴും. അപ്പൊ ഇന്ത്യക്ക് കാണാൻ കഴിയാത്ത ചാര ഉപഗ്രഹം അവർക്കുണ്ടായിരുന്നു. അത് അവർ നമ്മെ സഹായിച്ചു. ഇപ്പോഴും പാകിസ്ഥാൻ അയച്ച എല്ലാറ്റിനെയും ഇന്ത്യ തകർത്തു. നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാടെ കയ്യാ? യഹൂദന്റെ കയ്യാ. എന്തുകൊണ്ട് യഹൂദൻ ഇപ്പോഴും ഇസ്രായേലിനെ സഹായിക്കുന്നു? ലോകം പഠിപ്പിക്കുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ചിതറിപ്പോയി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. പക്ഷെ 1ഉം 2ഉം ലോക മഹായുദ്ധത്തിൽ മെയിനായിട്ട് കൊന്നൊടുക്കിയത് മുഴുവൻ യഹൂദന്മാരെയാണ്. അവരാണ് 5ാമത്തെ മുദ്രയുടെ യാഗപീഠത്തിന് താഴെ വരുന്നത്. ഇത് ഇന്ന് എടുക്കുന്നുണ്ട്. അവരാണ് പ്രതികാരത്തിനായി നിലവിളിക്കുന്നത്. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി ഒരിക്കലും പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കരുത്. എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് ഇതിനകത്തുണ്ട്. അങ്ങനെ തോന്നുന്നുവെങ്കിൽ പ്രതികാരം എപ്പോൾ കൊടുക്കും, പ്രതികാരം ഞാൻ കാണുമെന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ കൃപയിൽ നിന്ന് വീണുപോയവരാണ്. കൃപയിൽ അല്ല നിൽക്കുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ യഹൂദനെന്ന് പറയാം, അവൻ അതിന്റെ അവകാശിയാണ്. നമ്മളോ പുറത്ത് കിടന്നതാണ്. കൽഭരണി വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ ആർക്കും വേണ്ടാതിരുന്ന, പക്ഷെ അതായിരുന്നു അവിടെ സൗരഭ്യം ഉണ്ടായിരുന്നത്. ഇനിയും സ്വർഗത്തിൽ പോകുന്ന സൗരഭ്യ വാസനയുള്ളവർ നാമ മണവാട്ടികൾ. അപ്പൊ യഹൂദൻ ഇവിടെ സഹായിച്ചത്, ഇവിടെ മണിപ്പൂരില്, മിസോറാമില്, ഇവിടെ മട്ടാഞ്ചേരിയിൽ എല്ലാം യഹൂദന്മാരുണ്ടായിരുന്നു. ഇന്ത്യ ഒരിക്കലും യഹൂദനെ പീഡിപ്പിച്ചിട്ടില്ല. അത് അവൻ തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്.
കാർഗിൽ യുദ്ധത്തോട് ശേഷമാണ് ഇതിനെ സംസാരിക്കുന്നത്. ലോകത്താകമാനം നോക്കുമ്പോൾ യഹൂദന്മാരെ കൊന്നൊടുക്കുന്നത് ഈ സായിപ്പന്മാർ തന്നെ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ. ഏകദേശം 67 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. 67 ലക്ഷം, ആലോചിച്ച് നോക്കും. ചേംബറിൽ കയറ്റി. പിന്നെ അന്ന് അവരുടെ ചിഹ്നം എന്താണെന്ന് അറിയാമോ? ആദ്യം മീനായിരുന്നു, പിന്നീട് പശുവായി. വലിയ പശുവിന്റെ പ്രതിമ ഉണ്ടാക്കും. 2-3 ആൾ പൊക്കമുള്ള വലിയ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളു മുഴുവൻ പോടാണ്. ഈ മനുഷ്യന്റെ മുഴുവൻ ഒരു വാതിൽ, വയറിന്റെ അവിടെ ഒരു വാതിലുണ്ട്. ഇതുവഴി യഹൂദന്മാരെ മുഴുവൻ ഈ പശുവിന്റെ ഉള്ളിലിടും, വയറ്റിലിട്ടിട്ട് അടച്ചിട്ട് വയറ്റിനടിയിൽ തീ കത്തിക്കും. ജീവനോടെ അവിടെ കിടന്ന് വെന്ത് മരിക്കും മനുഷ്യൻ. നമ്മളോ എന്തെങ്കിലും അനുഭവിച്ചോ? അതുപോലെ ചേംബറിൽ വിഷവാതകം കയറ്റിയതും വർഷങ്ങളോളം കബോർഡൊക്കെ യൂട്യൂബ് കിടപ്പുണ്ട്. അതിനകത്ത് അടുക്കി വെച്ചിട്ട് ആഹാരം കൊടുക്കാതെ ലോക്കിയിടും. അവിടെ ഇരുന്ന് വിശന്ന് മരിച്ച് സ്വന്തം കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ കാണും. അവരുടെ മരണം തൊട്ടുമുമ്പിൽ കാണുകയാണ്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കപ്പെട്ട യഹൂദന്മാരാണ് 5ാമത്തെ മുദ്രയിലെ ആ യാഗപീഠത്തിന് താഴെ കാണുന്നത്. ഇത് തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നിലവിളിക്കാൻ, നമുക്ക് നിലവിളിക്കാൻ പാടില്ല. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഓക്കെ. അപ്പൊ യഹൂദന്മാരെ പീഡിപ്പിക്കാത്തത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചൈന ഇന്ത്യ ആക്രമിച്ച സമയത്ത് ലോകത്ത് ഒരു രാജ്യവും പറയാത്തൊരു കാര്യം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളെ ആക്രമിച്ചിട്ട് വേണം ഇന്ത്യ ആക്രമിക്കാനെന്ന്. പറയാൻ പറ്റുമോ? അത് ഇന്ത്യ നീ പുറകോട്ട് നീക്കി, ഞാൻ മുന്നിൽ നിൽക്കാണ്. ഏതെങ്കിലും രാജ്യം പറയുമോ? ഒരു രാജ്യവും പറയില്ല. ഇപ്പോഴും അവരുടെ മൊസാദിന്റെ ആൾക്കാർ, 14ഓളം മൊസാദിന്റെ ആൾക്കാർ 2 ആഴ്ചക്ക് മുമ്പേ അവർ ഇന്ത്യയിൽ വന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ ടെക്നീഷ്യന്മാരും ഇന്ത്യയിൽ വന്നു. ഇവിടെ ഇരുന്നിട്ട് അവരുടെ സിസ്റ്റം കൊണ്ടുവന്നിട്ട് അവരുടെ സിസ്റ്റത്തിലൂടെ അവരുടെ സാറ്റലൈറ്റിൽ നിന്ന് ഈ പാകിസ്ഥാനിലൊക്കെ ഉള്ള തീവ്രവാദികളുടെ ക്യാമ്പുകളെല്ലാം അവര് സ്കെച്ച് എടുത്തിട്ട് ഇന്ത്യൻ സംഘത്തിന് കൊടുത്തിട്ട് ഇന്ത്യൻ മറ്റ് സൈന്യം ആക്രമിക്കില്ല. മറ്റൊരു രാജ്യം ടെക്നിക്കൽ പരമായിട്ടുള്ള സഹായമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർ ചെയ്യുകയില്ല. അമേരിക്കയിലും ഇസ്രായേലും ചെയ്യില്ല. ടെക്നിക്കൽ സഹായം ചെയ്ത് അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ സിഗ്നലുകൾ കൊടുക്കുകയും അവരാണ് ആയുധം അയക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇസ്രായേലാണ്. എന്തുകൊണ്ടും യഹൂദനെ സഹായിച്ചു, തന്റെ ജനത്തെ. ഒന്ന് ആലോചിച്ച് നോക്കി, നെതന്യാഹു ജനിക്കുന്നതിന് എത്രയോ കാലം, 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമത്തിലെ ചെതറിച്ച് കളഞ്ഞു. ആ സമയത്ത് വന്നവരുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം ഈ യെരൂശലേം ദേവാലയം തകർത്തപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിച്ചു. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പിന്നെ തന്റെ പടജനം പുറപ്പെട്ടു വരികയും തനിക്ക് ആരും ഇല്ലാതാവും, വിശുദ്ധ നഗരത്തെയും ഇസ്രായേൽ ജനത്തെയും തകർത്ത് കളയുന്നൊക്കെ പറഞ്ഞത് 40 വർഷങ്ങൾക്ക് ശേഷം തീത്തോസ് രാജാവ് വന്ന് ഇസ്രായേൽ യെരൂശലേം ദേവാലയം തകർത്തതിന് ശേഷം ചെതറിക്കപ്പെട്ടവരുണ്ട്. എന്തായാലും 2000 വർഷം എടുക്കാം. 40 ഇപ്പൊ 25 വർഷമായി. അപ്പൊ ഏകദേശം 2000 വർഷം കൊണ്ട് ഒരുവർക്കും തിരിച്ചറിയാൻ കഴിയാത്തത് എപ്പോൾ തിരിച്ചറിയേണ്ടതാണോ അത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു യഹൂദൻ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏത് രാജ്യം വന്നാലും ശരി തന്നെ ഇസ്രായേലിനെ സഹായിക്കും. അമേരിക്ക പോലെ യഹൂദന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ യുദ്ധങ്ങളിൽ കൊന്നൊടുക്കി, 2ാം ലോക മഹായുദ്ധത്തിന്. അപ്പോ ഇവിടെ പറയുന്നത് യഹൂദന്മാരെ ചില രാജ്യം രക്ഷിച്ചത് കൊണ്ട് അവരെ 2ാമത്തെ ന്യായവിധി, 1ാമത്തെ ഗണത്തിൽ പോകുന്ന വിശുദ്ധൻ ഭാഗ്യമുള്ളവൻ, അവൻ പോയ ശേഷം 2ാമത്തേൽ ആരൊക്കെ വരും? ഈ നരേന്ദ്രമോദി ഉൾപ്പെടെ വരും, ഇവിടുത്തെ മന്ത്രിമാര് വരും, നമ്മുടെ ബന്ധുക്കൾ വരും, ലോകത്തിന്റെ ആ ബാലവൃദ്ധം ജനവും, അതായത് ആദാമിന്റെ കാലം മുതൽ അനുസരണം കെട്ടവന്മാരെയൊക്കെ അന്ന് അവിടെ കാണാം. മുഴുജനവും വരും. ആദാമിന്റെ കാലം മുതൽ ഈ അവസാന നിമിഷം വരെയുള്ള സകല മനുഷ്യരെയും 2ാമത്തെ പുനരുദ്ധാനത്തിൽ കൊണ്ടുവന്നിട്ടാണ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. അന്ന് അവിടെ വരുമ്പോൾ ചിലർക്ക് അവിടെ പരിഗണന കൊടുക്കുന്നത് ആർക്ക് മാത്രം? ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ ജനത്തെയും സേവിച്ചവരെ മാത്രം. അപ്പോൾ നമ്മോടൊപ്പം സ്നാനപ്പെട്ടവർ ഏത് ബന്ധം, സ്വന്തം എന്തൊക്കെ ആയിരുന്നാലും അവരെ നമ്മൾ ശത്രുവായിട്ടും ശാപവാക്കുകളും പീഡനങ്ങളും പറയുന്നു എങ്കിൽ ഏത് ആത്മാവിലാണ്? അവര് പോകില്ല. 1ാമത്തെ ഗണത്തിൽ ഒരു കാരണവശാലും പോകില്ല. എത്ര തന്നെ ഞാൻ തുഴഞ്ഞു കയറാന്ന് വെച്ചാലും കൊണ്ടുപോകണമെങ്കിൽ കർത്താവായിരിക്കണം. ആ കർത്താവ് കൊണ്ടുപോകില്ല എന്നാണ് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. 2ാമത്തെ ഗണത്തിൽ പോകണമെങ്കിൽ പോലും ദൈവത്തെയും കർത്താവിനുള്ളവരെയും പരിപാലിച്ചിരിക്കണം, ശുശ്രൂഷിച്ചിരിക്കണം, സ്നേഹിച്ചിരിക്കണം, അവർക്ക് വേണ്ടുന്ന നൽകിയെങ്കിൽ ഒരു പരിഗണന. അപ്പോഴും ലോകത്തുള്ള ഈ യഹൂദന്മാരെ സഹായിച്ചു എന്ന കാരണത്താൽ അല്ല കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കർത്താവ് പറയണമെങ്കിൽ ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ ലോകത്തുണ്ടായിരിക്കില്ലേ? അതാണ് ഇപ്പൊ പറയുന്നത്. യഹൂദന്മാരെ സംരക്ഷിച്ചത് കൊണ്ടാണ്
യഹൂദന്മാരെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ഇവിടെ ഇവരെ സഹായിക്കുന്നത്. ശരി തന്നെയാണ്. പക്ഷെ അത് ആ ന്യായവിധി നാളിലും ഇതുപോലെ അതിനു മുമ്പായിട്ട് സഭ പഠിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളവരെ അല്ല. അതുകൊണ്ട് ഞാൻ അത് ഓർമ്മിപ്പിച്ചത്. നമുക്കത് ലോകത്തോട് പറയാം. ലോകത്ത് എന്താ പറയുന്നത്? ക്രിസ്തുവിനുള്ളവരെ പീഡിപ്പിക്കരുതെന്ന്. ഓക്കെ. ഇവർ ദുഷ്ടന്മാർ ദണ്ഡനത്തിലേക്കും തീപ്പൊയ്കയിൽ ഇവർ ദണ്ഡനത്തിലേക്ക് പോയവരാണ്. ദണ്ഡനം എന്ന് പറയുന്നത് 1000 വർഷത്തെ ദണ്ഡനം. അത് കഴിഞ്ഞിട്ട് വെള്ളസിംഹാസന ന്യായവിധി വന്ന ശേഷമാണ് എവിടെ പോകുന്നത്? തീപ്പൊയ്കയിലേക്ക് പോകുന്നത്. അപ്പോ ആദ്യത്തെ 1000 വർഷം കർത്താവിന്റെ ജനം ആയിട്ട് വന്ന 1000 ആണ്ട് വാഴ്ച, ആ സമയത്ത് ഈ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്ന ചിലരുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ ജനത്തെ സേവിച്ചവരും എന്റെ നാമത്തെ നിഷേധിച്ചില്ല എന്ന് പറയുന്നതിൽ ചിലർ മുകളിലേക്ക് പോകുമ്പോൾ തന്നെയും ബാക്കി പേരുള്ളവരും അവിടെ ഉണ്ട്. അവരുടെ പേര് മായ്ച്ചു കളയുകയും പിന്നെയോ അവരവിടെ പോകും തീപ്പൊയ്കയിൽ. ഇനി പേര് മായ്ക്കപ്പെടാതെ തന്നെ ആദ്യം മുതൽ അവസാനം വരെയും പേരില്ലാത്തതായ ഒരു കൂട്ടരും കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കാണാല്ലേ? ഇത് കാണാവുന്ന നിങ്ങൾക്ക് കാണുക. ഈ 3 അതെ, ഇത് 1, 2, 3. ഈ 3 കൂട്ടര് രണ്ടാമത്തെ ന്യായവിധിയിൽ വരും. എവിടെ? ആ ബാലവൃദ്ധം വരുന്നതിൽ ഈ ആദ്യത്തെ ഗണത്തിൽ വിശുദ്ധന്മാർ പോയി. രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്ന ജനം എത്രയെന്ന് ഇപ്പൊ നമുക്കറിയില്ല. കർത്താവിടെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്ന കർത്താവാ. ലോകസഭ ഇതല്ല പഠിപ്പിക്കുക. അങ്ങോട്ട് ചോദിച്ചു നോക്കും. നമ്മൾ പോകുന്ന ഏതെങ്കിലും സഭയിൽ ചോദിച്ചു നോക്കും. ഇതൊന്നും ഒരു അറിയില്ല. അപ്പം രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്ന ആദാമിന്റെ കാലം മുതൽ അവസാനത്തെ ജനം വരെ അവിടെ വരും. വിശുദ്ധന്മാരല്ലാത്ത അവർ അവിടെ വരുമ്പോൾ അവരിൽ നിന്ന് 3 ഗണം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതുവരെ അറിയില്ല. ഇനിയിപ്പോ നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. വെള്ളസിംഹാസനത്തെ ന്യായവിധിയിലാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ഒന്നാമത് എന്റെ നാമം നിഷേധിച്ചില്ല എന്ന കാരണത്താൽ കുറച്ചു പേർ. ഇവരോടൊപ്പം തന്നെ ഇതിൽ നിന്ന് അടുത്തൊരു കൂട്ടർ വരുന്നു. അതാരാണ്? ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ജനത്തെയും പരിപാലിച്ചു എന്നതുകൊണ്ട് ഒരു കൂട്ടരോട് ഇങ്ങോട്ട് വരും. ഓക്കെ. അവരൊക്കെ നീതിയുടെ വസ്ത്രം കൊടുക്കും അവർക്ക്. പക്ഷെ എന്താണ്? അപ്പോഴും വിശുദ്ധനാകില്ല. കാര്യം വിശുദ്ധർ പോയി കഴിഞ്ഞു. നീതിയുടെ വസ്ത്രം കൊടുത്തിട്ട് പിന്നെ പരിശുദ്ധാത്മാവ്, അവിടെ ആത്മാവില്ലാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു ബോഡിയാണ് തിയോഫനിക്കൽ ബോഡി. ആ തിയോഫനിക് ബോഡിയിലേക്ക് ആത്മാവിനെ, സ്വർഗീയത്തിന്റെ ആത്മാവിനെ, അതായത് സ്വർഗീയനെ പോലെയും മണ്ണുകൊള്ളനെ പോലെയും. ഓക്കെ. വിൺമയമായതുകൊണ്ട് സ്വർഗീയമുണ്ട്, മൺമയം. 3 ടൈപ്പ് ബോഡി ഉണ്ട്. മൺമയമാണ് നമ്മൾ. അടുത്ത് വിൺമയമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നത് ബോഡി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗീയം. അത് എൻമോർഫയാണ് ആ ബോഡി. സ്വർഗീയ ബോഡി എൻമോർഫെ, വിൺമയമായ ശരീരം തിയോഫിനി, ജഡത്തിലെ ശരീരം ജഡീകം അല്ലെങ്കിൽ ഫ്ലഷ് എന്ന് പറയും. 3 ശരീരം. ഓക്കെ. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് വന്നതിൽ ഒന്ന്, നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചില്ല എന്ന്. ഞാൻ അതൊക്കെ വേണം, എനിക്കിതൊക്കെ പഠിപ്പിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഒരു രാജാവ് നിൽക്കുന്നു, രാജാവിനോടൊപ്പം കുറെ പരിവാരങ്ങൾ നിൽക്കുന്നു. ജനം മുഴുവനും 3 ടൈപ്പുള്ള ജനം അവിടെ നിൽക്കുകയാണ്. ഓക്കെ, പഠിപ്പിക്കാം. ഓക്കെ, നല്ലതായിരിക്കും. അപ്പൊ രാജാവ് നിൽക്കുന്നു, രാജാവിനോടൊപ്പം ജനങ്ങൾ, അത് വിശുദ്ധന്മാർ നിൽക്കുന്നു. ജനമെല്ലാം വന്നു നിൽക്കുന്നു. അപ്പൊ കർത്താവ് ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് എന്റെ നാമം നിഷേധിച്ചില്ല എന്നവരെയാണ്. അതിൽ നമ്മളിൽ ആരെങ്കിലും രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നുവെങ്കിൽ അവർക്ക് ആദ്യത്തെ പരിഗണന. ഓക്കെ. അങ്ങനെ അവർക്ക് നീതിയുടെ വസ്ത്രം ലഭിക്കും. രണ്ടാമത് ആ ജനത്തിൽ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ജനത്തെയും ശുശ്രൂഷിച്ചു, പരിപാലിച്ചു, സ്നേഹിച്ചു, അവർക്ക് വേണ്ടി കരുതി, പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റി എന്ന പരിഗണനയിൽ അവരെ കുറച്ചുപേരെ കൊടുക്കും. അപ്പോ ഒന്നാമത്തെ കൂട്ടരായി അവർക്ക് പരിശുദ്ധന്മാർ കൊടുക്കുന്നു, അവരെ കൊണ്ടുപോകുന്നു. എവിടേക്ക് കൊണ്ടുപോകുന്നു? ഒരിക്കലും അവർ മണവാട്ടിയാകില്ല. ഇവർ മണവാട്ടിയുടെയും കൂടെ ആശ്രിതരാണ്. രാജാവും മണവാളനും മണവാട്ടി, അത് ആത്മാവ് പറയുന്നത് തന്നെ സഭയും പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒന്നായി തീർന്നു. ഓക്കെ. അപ്പൊ മണവാട്ടിക്കും മണവാളനും വേണ്ടി സേവ ചെയ്യുന്നവരാണ് രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവർ. ഇവരുടെ പേര് ഇവിടെ ജീവസിൽ ഉണ്ടായിരുന്നു.
ജീവസിൽ പേരൊന്നും എഴുതില്ല. ലോകസ്ഥാപനം മുതൽ ഇന്നു വരെയും പേരെഴുതുന്നില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേരെഴുതിയിട്ടില്ല തീപ്പയിൽ. അപ്പൊ പേരെഴുതിയത് പണ്ടേ ഉണ്ട്. ഇവരുടെ പേരുണ്ടായിരുന്നു. ഇവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. ഇനി രണ്ടു കൂട്ടരുണ്ട്. ഇതിലൊരു കൂട്ടര് അടുത്ത് ന്യായം വിധിക്കുമ്പോൾ ഇവർ ഇന്നത്തെ സഭകൾ പറയാം, കത്തോലിക്ക് മുതൽ പെന്തക്കോസ്തിലുള്ളവർ, ഈ പോയ കൂട്ടർ എന്താണ് ഒന്നാമത്തെ പരിഗണന? എന്റെ നാമം നിഷേധിച്ചില്ല, എന്റെ വചനത്തെ കാത്തു, എന്റെയും എന്റെ ജനത്തെ, സഭ ക്രിസ്തുവിന്റെ ജനത്തെ പീഡിപ്പിച്ചില്ല, ഉപദ്രവിച്ചില്ല, അവരെ സ്നേഹിച്ചു, സഹായിച്ചു, പരിഹരിച്ചു, അതെല്ലാം കൊണ്ട് പരിചരിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ ഗണം പോയി കഴിഞ്ഞു. രണ്ടാമത് നിൽക്കുന്നതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ വീണ്ടും ന്യായവിധി നടത്തുമ്പോൾ ഒരു കൂട്ടരെ മുമ്പോട്ട് വിളിക്കുകയാണ്. അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ഉള്ളവരാണ്. എപ്പോൾ മുതൽ? എപ്പോൾ മുതൽ? ആമേൻ. അല്ലാതെ ഒരു ഉണർവ് യോഗത്തിൽ രക്ഷിക്കപ്പെട്ട് ഇന്ന് മുമ്പോട്ട് വന്ന് നിന്റെ പേര് ഇന്ന് എഴുതുമെന്ന് പാസ്റ്റർ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ടല്ല. അതൊക്കെ ഭോഷ. പരിശുദ്ധാത്മാവ് ഒരു അല്പം പോലും ഇല്ലാത്ത പുരോഹിതന്മാരേതല്ല. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ എവിടെ നാം ദൈവത്തിൽ തന്നെ ഉണ്ടായിരുന്നു, നാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നാണ്. കർത്താവിന്റെ ചിന്തയിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ പേര് ജീവോസലും പേരുണ്ടായിരുന്നു. ഈ പേരുണ്ടായിരുന്നവരെ ആദ്യം പരിശോധിക്കുന്നത് ഇവരുടെ മുമ്പിൽ വചനം ചെന്നുവോ? കാലത്തിന്റെ വചനമാണ്. കാലത്തിന്റെ വചനവും കാലത്തിന്റെ ദൈവിക വെളിപ്പാടും അത് നമ്മുടെ സഭ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോ മോശയുടെയും നോഹയുടെയും കാലത്തുള്ളവരോട് അപ്പോസ്തലപ്രവൃത്തിയിലെ വചനം അനുസരിച്ചോ നോക്കേണ്ട ആവശ്യമില്ല. സുവിശേഷങ്ങളുള്ള വചനം അനുസരിച്ചോ നോക്കേണ്ട. എന്തുകൊണ്ടാണ്? ആ കാലത്ത് അത് നൽകിയിരുന്നില്ല. അപ്പോൾ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ അന്ന് പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും മോശയുടെയും നോഹയിലൂടെയും കർത്താവ് നേരിട്ട് പറഞ്ഞ അവർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ നൽകിയ വചനം അവർ വിശ്വസിച്ചുവോ? ഓക്കെ, ഇനി അവർ കേട്ടില്ലെന്ന് പറഞ്ഞാലും അവരുടെ ജീവാവസാനത്തിന് മുമ്പ് വന്ന് കേൾക്കേണ്ടതാണ്. അത് കർത്താവ് അവരുടെ ഹൃദയപ്രകാരമാണ് അവർ ന്യായം വിധിക്കുന്നത്. അതാണ് മനസാക്ഷി യുഗം. എങ്ങനെ അവന്റെ ഹൃദയത്തിൽ അറിയാം ഒരു ദൈവമുണ്ടെന്ന്. ഇനി ദൈവത്തെ അറിയാതെ മലയിലാണ് താമസിച്ചാലും അവൻ എന്തിന് വെറുതെ ദൈവത്തെ എന്തിനെങ്കിലും ഒന്നിനെ ആരാധിക്കണമെന്നൊരു തോന്നലവനുണ്ടായില്ലേ എവിടെ ആയിരുന്നാലും. ഓക്കെ, അപ്പൊ അവിടെ ഹൃദയത്തിൽ ഉണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ വചനം അറിഞ്ഞോ? കാലത്തിന്റെ വചനം ഓരോ, ഞാൻ പറഞ്ഞല്ലോ, ആദാമിന്റെ കാലം മുതൽ ഉള്ളവരുണ്ട്. രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നവർ അവരവരെ ഇതാണ് പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഇപ്പൊ നമ്മളിൽ ഒരു കൂട്ടർ വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കുന്നുണ്ട്. പരിജ്ഞാനമുള്ളവരെ പോകുള്ളൂ. ഇനി പരിജ്ഞാനമില്ലാത്ത നമ്മൾ വിശുദ്ധനാണെന്ന് ഇപ്പൊ പറയുന്നു എങ്കിൽ പോകുമോ ഇല്ലേ നോക്കാം. ഇനി നമ്മളെ തന്നെ മുഴുവൻ പേരെയും കൂടെ ദൈവം ന്യായം വിധിക്കാനായിട്ട് കൊണ്ട് ആക്കിയിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യും? അപ്പോസ്തലപ്രവൃത്തിയിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ടവർ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉയർത്താത്തവരെല്ലാം നിങ്ങളെല്ലാം ന്യായവിധി പോകും. അത് പരിജ്ഞാനമില്ലാത്ത ന്യായവിധിയായി പോകും. പരിജ്ഞാനം എന്ന് പറയുന്നതാണ് ഈ നിൽക്കുന്നത് ആദിമകാലം മുതൽ ഇന്നു വരെ ഉള്ളവരാണ്. അപ്പോൾ ഓരോ കാലത്തും ജീവിച്ചിരുന്നപ്പോൾ അവരവർക്കായി നൽകിയ വചനത്തിൽ അവർ വിശ്വസിച്ചോ എന്ന് പരിജ്ഞാനമുള്ള വ്യക്തിക്ക് പരിജ്ഞാനം. ഇത് ക്രിസ്തുവിൽ നിന്നാണ്. അവർ അതത് കാലത്തിന്റെ വചനവും വെളിപ്പാടും വെച്ചിട്ടാണ് അവരെ ന്യായവിധിക്കുന്നത്. ശിക്ഷാവിധി എല്ലാം ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിലെ വചനം ശക്തി കുറഞ്ഞതാണ്, സുവിശേഷം കുറച്ചുകൂടെ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയിലാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് നൃത്തം ചെയ്ത് അതൊന്നും പറഞ്ഞ കാര്യമില്ല. ദൈവത്തിന്റെ വചനം എല്ലാ കാലത്തും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുപോലെ തന്നെയാണ്. അപ്പൊ അവരുടെ കാലത്തെ വചനം വിശ്വസിച്ചോ നോക്കിയിട്ട് ഇല്ല എങ്കിൽ അവരുടെ പേരെഴുതപ്പെട്ടവരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ മുമ്പിൽ വന്ന വചനം വിശ്വസിച്ചുവോ? ഇല്ല. ഇനി ആരെങ്കിലും പോയി പറഞ്ഞുവോ? അവരില്ലെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നതിൽ ആരൊക്കെയോ പോയി പറഞ്ഞത് അന്ന് കർത്താവ് കാണിച്ചു കൊടുക്കും. നമ്മൾ ഏകദേശം 3.5 ലക്ഷത്തിലധികം ട്രാക്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ ബസ്സിനകത്തുണ്ടായിരുന്ന ഒരു 1-2 പറഞ്ഞപ്പോഴേ അതിലൊരു സഹോദരി പറയണം, കിളിയോടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, അവരുടെ ഭർത്താവ് ഞാൻ സംസാരിച്ചത് നമ്പർ കൊടുത്തിട്ട് എൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്ത്. അപ്പോൾ ഭാര്യ പറഞ്ഞ കിളിയോടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി, നിങ്ങൾ ട്രാക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട്. പോരെ, ന്യായവിധി ആയില്ലേ? അതിനകത്ത് എഴുതിയിരുന്നെന്താ? ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ. ഇത് കേട്ടിട്ട് വർഷങ്ങളായി അവർ. ഞാൻ രവി ബ്രദറും മാത്രം തന്നെ പോയത് ഇവിടെ ആറാലുംകൂടിനടുത്ത് ഒരു CSI ചർച്ചിനകത്ത് കൊണ്ടുപോകുന്നത്. അവരിപ്പോ CSI പോകുന്നത് കൊണ്ടുവന്ന് കൊടുത്തതാ. അവർ കിട്ടിയിട്ട് വർഷങ്ങളായി എന്ന് പറയുന്നു. എന്തായി? അപ്പൊ ഇങ്ങനെയുള്ളവരെയും തീപ്പയിൽ പോകാൻ പോകുന്നതിന് മുമ്പായിട്ട്
നമ്മൾ അറിയിച്ചോ? അതെ, നമ്മൾ അവരുടെ മുമ്പിൽ പോയി. വിശുദ്ധന്മാർ നിൽക്കുകയാണ്, നമ്മുടെ മുമ്പിൽ വരും, കൊണ്ടുവന്ന് കൊടുക്കുന്നതും എല്ലാം വരും. ഓക്കെ, അപ്പോ എല്ലാ തരത്തിലും അവരെ വചനം അല്ലെങ്കിൽ വെളിപ്പാട്, കാലത്തിന്റെ വചനവും ദൈവിക വചനവും വെളിപ്പാടെന്ന് വെച്ചാൽ മനസ്സിലായ എന്താണ്? ഈ ലോകം കൊണ്ടുപോകുന്നതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് കൊണ്ടുപോയ ഇത് വചനമാണ്. ഇത് കൊണ്ടുപോയ മരണമാണ്. ഇതിന്റെ വെളിപ്പാടാണ് കർത്താവ് യേശു ക്രിസ്തു. ഇതാണ് ജീവൻ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി തീയിലിടും എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കർത്താവായ യേശു ക്രിസ്തു, അതാണ് വെളിപ്പാട്. ഈ ലോകമെല്ലാം വചനത്തിലിരിക്കുകയാണ്. വചനത്തിന്റെ ഉള്ളിൽ മണവാട്ടി വെളിപ്പാടിൽ, ഈ വെളിപ്പാടിൽ ഞാൻ എന്റെ സഭ പണിയുന്നാണ്. അതായത് യേശു തന്നെയാണ് ക്രിസ്തു. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ക്രിസ്തു എന്നാൽ എന്തെന്ന് ചോദിച്ചു നോക്കും. ഒരു മനുഷ്യനും ഞാൻ നല്ല ചോദിച്ചു പലരോട്, ക്രിസ്തു എന്ന് വെച്ചാൽ എന്താ അറിയില്ല. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. അത് കേൾക്കാൻ പറയും, പരിശുദ്ധാത്മാവ് യേശു പോയ ശേഷം അയച്ച മറ്റൊരു കാര്യസ്ഥനല്ലേ? തീർന്നു മരണം. അവിടെ തീർന്നു മരണം. പത്രോസ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, എന്റെ പിതാവ് അത്രയെ വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പാടിന്മേൽ പാറ, പെട്ര, പെട്ര, പാറ കഷ്ണം, ചെറുപാറ, പത്രോസ്, ആ വെളിപ്പാടിന്മേൽ സഭ. അപ്പൊ മണവാട്ടിയെ കെട്ടുന്നത് വചനത്തിലല്ല, വെളിപ്പാടിലാണ്. അപ്പൊ ഈ വെളിപ്പാടില്ലാത്തതൊന്നും ദൈവത്തിന്റെ ജനമല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയാം. അപ്പോ നമ്മൾ അവരോട് വചനവും പറഞ്ഞു, വെളിപ്പാടും പറഞ്ഞിട്ടും മനസ്സിലായതുമില്ല. ഇനിയോ രണ്ടാമത്തെ ഇവിടെ നിന്നും പോകും. ആദ്യത്തെ ഗണത്തിൽ പോകുന്ന വിശുദ്ധന്മാർ. നമ്മുടെ ഈ അന്ത്യകാല സഭ എന്ന് നമ്മൾ പറയുന്നത് എൻഡ് ടൈം മെസ്സേജ് ബിലീവേഴ്സ് എന്നാണ് നമ്മുടെ. അത് അന്ത്യകാല വെളിപ്പാടിന്റെ വിശ്വാസികൾ. നമ്മൾ എൻഡ് ടൈം ബിലീവേഴ്സ്, ചർച്ച് ബിലീവേഴ്സ് എന്നാണ്. അന്ത്യകാല ദൈവിക സഭയിലെ വിശ്വാസികൾ. ഈ സഭയിലെ വിശ്വാസികളും 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷം അവിടെ വരും. വചനം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരെയും പരിശോധിക്കുമ്പോൾ ഈ ഇതിലുണ്ടോ നോക്കും. കർത്താവിന്റെ നാമം നിഷേധിച്ചില്ല, അത് ശരി തന്നെ. പക്ഷെ അടുത്ത ഗണം പരിശോധിക്കുന്നത് കർത്താവിനെയും കർത്താവിനുള്ളവരെയും പരിപാലിച്ചുവോ, ശുശ്രൂഷിച്ചുവോ, ബഹുമാനിച്ചോ, സ്നേഹിച്ചുവോ, അവർക്ക് വേണ്ടി കരുതിയോ, അതോ അവരോട് എതിർത്ത് നിന്നോ? ഇതെല്ലാം നോക്കിയിട്ട് എതിർത്ത് നിന്നു എങ്കിൽ പോകില്ല എന്നാണ് നമ്മളിപ്പോൾ വായിച്ച പാരഗ്രാഫ്. അതിൽ നിന്നാണ് ഞാനിത് ഇത്രയും പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഗണത്തിൽ പോകുന്നവർ ഇതിനകത്ത് നിന്നും ഉണ്ടാകും, ഇതിനകത്ത് നിന്നുണ്ട്. നാമത്തെ നിഷേധിച്ചവർ ഉണ്ടാകില്ല. ഇനി രണ്ടാമത്തെ കൂട്ടിൽ വരുമ്പോൾ വചനം കൊടുത്തു, വെളിപ്പാട് കൊടുത്തു, വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ഇവിടെ രണ്ടെണ്ണം വെച്ച് എന്തിനാണെന്ന് മനസ്സിലാക്കുക. എനിക്കത് അറിയില്ലെന്ന് പ്രവാചകരുടെ കർത്താവ് സംസാരിച്ചാണ്. ഇവരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു, നിത്യജീവൻ കൊടുത്തു, ഒരു കൂട്ടർ പോയി. അതിനു മുമ്പ് വിശുദ്ധന്മാരോട് പോയി. ഇനി ഈ 2 പേരിൽ ആദ്യത്തെ ഗണത്തെ തിരിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേര് ഉണ്ടോ? ഇവരുടെ പേരുണ്ട്. ഇവരുടെ പേര് മായ്ക്കാൻ പോവുകയാണ്. കാലത്തിന്റെ ദൈവിക വചനവും കാലത്തിന്റെ ദൈവിക വെളിപ്പാടും വെച്ചു കൊടുത്തു. എന്റെ നാമം നിഷേധിച്ചു. പാപമോചനം, ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളാണ് ഈ സഭകൾ മുഴുവനും. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടില്ല. ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളും അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമാണ് ഇവർ. ക്ഷുദ്രക്കാരാണ്, ബിംബാരാധികളാണ്. എന്താ ബിംബാരാധികൾ? യഹോവ ദൈവം വേറെ, യേശു വേറെ എന്ന് പറയുമ്പോൾ യേശുവിനെ ആരാധിക്കുന്നു. ഈ പള്ളിക്കാർ മുഴുവൻ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന യേശുവിനെയാണ്. ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ ദൈവം സംസാരിച്ചിരിക്കുന്നു. പിന്നെ രണ്ടെന്നും രണ്ട് ചേർന്ന് ഒന്ന് പറഞ്ഞു, അവർ വിഗ്രഹാരെ ക്രൂശിന്റെ വചന ശത്രുക്കളാണ്. അവരും ഈ സഭയിലുള്ളവരും ഇവിടെ വരും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുണ്ട് എന്ന് ഉണ്ടെങ്കിലും ഇവരുടെ പേര് മായ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ളതിൽ ജീവപുസ്തകത്തിൽ പേരുണ്ട്. എല്ലാവരുടെയും ഈ വന്നതിൽ പലരുടെയും പേരുണ്ട്. കർത്താവിന്റെ വചനം കാത്തു, നാമത്തെ നിഷേധിച്ചില്ല. പിന്നെന്താണ്? ശുശ്രൂഷ, കർത്താവിന്റെ ജനത്തെ സ്നേഹിച്ച് ശുശ്രൂഷ കാരണത്താൽ ഒന്നാമത്തെ ഇതായി. 3 ടൈപ്പ് ഇതിലുണ്ട്. രണ്ടാമത്തെ ഗണം ഇതൊന്നും അംഗീകരിച്ചില്ല, എല്ലാം അറിഞ്ഞു, എന്നിട്ടും അവർ നിഷേധിച്ചുള്ള പേര് മായ്ക്കുകയാണ്. അവരുടെ പേര് മായ്ച്ചിട്ട് അവരെ കത്തുന്ന ഗന്ധകത്തിലും തീപ്പൊയ്യുകയാണ്. ഇവിടെ ദണ്ഡനത്തിനാണ് കൊടുക്കുന്നത്, പീഡയ്ക്ക്, നരകത്തിലേക്കാണ്. ഇത് ഇവിടെയാണ് കെടാത്ത പുഴുവും കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ളത്. ഈ വെള്ളസംഹാരത്തിൽ ന്യായവിധി കഴിഞ്ഞ ശേഷമാണ്. അവിടെ 1000കണക്കിന് വർഷം കിടക്കും. ഓക്കെ, അടുത്തൊരു കൂട്ടർ ഇവർ കർത്താവ് പരിശോധിക്കുമ്പോൾ എന്താണ് ഒന്നാമത്തെ പരിശോധന? ജീവപുസ്തകത്തിൽ പേരുണ്ടോ? ഇല്ല. മനസ്സിലായോ? ഞാനിത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞുതരാൻ ആരെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? അത്ര ഗഹനമായിട്ട് പഠിപ്പിച്ചാണ്. നോക്കൂ,
രണ്ടാമത് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്ക് വന്ന ആ ബാലവൃദ്ധൻ ജനനത്തിൽ 3 ടൈപ്പ് ഉണ്ടായിരുന്നതിൽ ഒന്നാമത്തത് കർത്താവായ യേശുക്രിസ്തു നാമം നിഷേധിക്കാത്തവർ, സ്നാനപ്പെട്ടവർ. എന്താ? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. പക്ഷെ ന്യായവിധി വന്നു, പക്ഷെ ശിക്ഷാവിധി പോയില്ല. ന്യായവിധി വേറെ, ശിക്ഷാവിധി. കോടതി ന്യായവിധിയാണ് നടക്കുന്നത്. അവിടെ ന്യായം വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടവരാണ് രണ്ടാമത്തെ ഗണത്തിൽ പോകുന്ന ആ കൂട്ടർ. ജീവസിൽ പേരുണ്ടായിരുന്നു, അവർ പോയി. രണ്ടാമതുള്ളവര് ന്യായവിധി ഉണ്ടായിരുന്നു, അവരുടെ പേർ ജീവസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ജീവസിൽ പേര് മായ്ച്ചു. കാരണം സ്നാനപ്പെട്ടില്ല, നാമത്തെ നിഷേധിച്ചു, ദൈവജനത്തെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സ്നാനപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറയുന്നവരെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. അവരുടെ പേര് മായ്ച്ച ശേഷം അവരെ ദണ്ഡനത്തിനായി ഇടുന്നു, നരകത്തിലേക്ക് ഇടുന്നു. അടുത്ത് ബാക്കി വരുന്ന ജനം നോക്കുമ്പോൾ ഇവരോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാം, കർത്താവ് എങ്ങനെയായാലും എവരുടെ മുമ്പിൽ, ഇപ്പൊ എത്ര വലിയ ഹിന്ദു ആയാലും ബുദ്ധമതോ ജൈനമതം ആയാലും യേശു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നറിയാത്ത ആരുമില്ലല്ലോ, അല്ലേ? യേശുവാണ് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് നമ്മളെ കൂടെ പഠിക്കുന്നവർക്ക് പഠിച്ച കാലം പോലെ അറിയാം. എന്റെ കൂടെ ഉള്ളവർക്ക് അറിയാം, നിങ്ങളുടെ ദൈവം യേശുവാണ്, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കില്ലേ, നിങ്ങളുടെ ദൈവം ജനിച്ച സമയം എന്നെങ്കിലും അവർ പറയും. അപ്പോൾ അവരുടെയും ചിന്തയിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അവർ ആരാഞ്ഞറിഞ്ഞില്ല, അന്വേഷിച്ചില്ല. അന്വേഷിപ്പില്ലെന്നാൽ കണ്ടെത്തും. ആഗ്രഹിക്കുകയോ ഇറങ്ങിത്തിരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കൂട്ടർ മാത്രമോ ഇവരുടെ പേർ ആദ്യം മുതൽ ജീവപുസ്തകത്തിൽ ഇല്ലാത്തവരാണ്. ഇതാണ് എനിക്ക് പഠിപ്പിക്കാൻ തന്നത്. അപ്പൊ ജീവപുസ്തകത്തിൽ ഒരിക്കലും പേരില്ലാത്തവരുണ്ട്. ഇവർ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ഈ 2 ഗണവും ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ആമേൻ. 3 ടൈപ്പ് ഇവിടെ ഉണ്ട്. അത് പറയുമ്പോൾ വിഷമൊന്നും തോന്നരുത്. 3 ടൈപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്നവൻ ഇവിടെ ഉണ്ട്, ജീവനിലേക്ക് പോകുന്നവനിവിടെ ഉണ്ട്, ഒരിക്കലും പേരെഴുതപ്പെടാത്തവരിവിടെ ഉണ്ട്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന ബൈബിൾ പറയുന്നത്. പൗലോസ് പറഞ്ഞത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ക്രിസ്തുവിൽ ബദ്ധനായ പൗലോസ് എന്നൊരു മെസ്സേജ് ഉണ്ട്, വായിച്ചു നോക്കണം പറഞ്ഞത്. അതൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസിനുണ്ടായ ദാഹം, ആ പൗലോസാണ് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ശപിക്കപ്പെട്ടവർ. ഈ സഭ മുഴുവൻ യേശുക്രിസ്തു നാമത്തെ നിഷേധിച്ച്, സ്നാനം നിഷേധിച്ചിരിക്കുന്ന ശപിക്കപ്പെട്ടവർ എനിക്കെങ്ങനെ പുരോഹിതനാകും? അടുത്ത് ഗലാത്യർ 5 ഈ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അവൻ അംഗച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താ? കയ്യോ കാലോ വെട്ടിക്കളഞ്ഞാലെങ്കിലും അവൻ നിത്യജീവൻ അപ്പോഴെങ്കിലും അവൻ ഉണർന്നിട്ട് കർത്താവെ എന്ന് വിളിച്ചിട്ട്. ന്യായവിധി നാളിൽ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിനെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു എന്നും സാത്താനെ ഏൽപ്പിച്ചു എന്നുണ്ട്. നോക്ക്, പൗലോസ് അല്ല ചെയ്യുന്നത്, പൗലോസിൽ വന്ന ക്രിസ്തു ചെയ്യുകയാണ്. അങ്ങനെ അപമാന രാഗങ്ങളിലും കഷ്ടതയിലും പ്രയാസത്തിലും ഉള്ള സ്വത്തുവകളോ ആരോഗ്യമോ രോഗമോ പ്രതികൂലമോ നശിക്കുന്ന തരത്തിൽ ഒരു പക്ഷെ പിശാച് പരിശോധിച്ചാലും അവിടെ കിടന്ന് രക്ഷപ്പെട്ടു വരുമ്പോ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനെ രക്ഷിച്ചു. പക്ഷെ ജീവിതമോ വീണ്ടും പഴയതുപോലെയോ പഴയതിനേക്കാൾ താഴെയോ ആകണമെങ്കിൽ അത് ഉറപ്പായിട്ടും അഗ്നിപ്പൊയ്കൽ തന്നെ. അപ്പൊ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചിട്ടും നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചിട്ടും സാത്താനെ ഏൽപ്പിച്ചിട്ടും അതൊന്ന് കയറി വരുമ്പോൾ ഇനി എനിക്ക് ഇതല്ല വലുത്, കർത്താവാണ് വലുതെന്ന ചിന്തയോടുകൂടി നിന്നാൽ 2ാമത്തെ ഗണത്തിലോ 1ാമത്തെ ഗണത്തിലോ പോകാൻ പറ്റും. അപ്പോ 3 ടൈപ്പും കൂടെ ഉണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ശരിയാണോ നോക്കാം. യൂദയുടെ പേർ യൂദ പിശാചാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരാണ് എരിവുകാർ, ഇടിമക്കൾ അല്ലെ? ഇടിമക്കൾ എന്നാ പറയുന്നത്, എരിവുകാർ. സുവിശേഷം കേട്ടിട്ടും വചനം കേട്ടിട്ടും ഒരാഴ്ച വന്നിട്ട് ഹല്ലേലൂയ ഒന്നും പറയുകയില്ല, ഒന്നുമില്ല. ഞാനും എൻ്റെ കുടുംബവും വീട്ടിൽ പോകും, തിരിച്ചു വരും. ഇതിലെന്ത് എരിവാണ്? ഞാൻ സഭയിലായിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ എരിവ് കാണിക്കാത്തവർക്ക് എന്നോട് വിരോധം തോന്നും. അവൻ വന്നിരുന്നു, ഇത് കേൾക്കാനാണ് ഇവിടെ വന്നത്. എന്നാൽ ദാഹത്തോടെ ഇറങ്ങി പോകണമേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ആമേൻ, കർത്താവേ. നമ്മളല്ല അത് ചെയ്തത്, നമ്മുടെ ഉള്ളിൽ ഒന്ന് ആത്മാവാണ് ചെയ്തത്. അപ്പോൾ മഹത്വം നമ്മൾ എടുക്കില്ല. അത് നമുക്കറിയാം. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നതല്ലല്ലോ, എപ്പോഴും ഒരു സന്ദർഭത്തിൽ ദൈവാത്മാവ് വന്ന് എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അത് പാസ്റ്റർ വിളിച്ചാൽ ഞാൻ വരുന്നുള്ളതല്ല, പാസ്റ്റർ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പോണം.
ഞാൻ പലപ്പോഴും പറഞ്ഞു എന്റെ പുരോഗതി പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സഭയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതും സുവിശേഷം അറിയിച്ചതുകൊണ്ടാ. നിങ്ങളടുത്തപ്പോ അറിയിച്ചതോ 6 വർഷമായി പൊതിഞ്ഞ 500 വെച്ച് പൊതിഞ്ഞ ട്രാക്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഓരോ പൊതി എല്ലാവർക്കും കൊടുത്തിട്ട് തീരുമാനം വന്നെടുക്കണം. 5-6 വർഷമായിട്ട് 250 ട്രാക്ട് ഇന്നുവരെ തീർന്നിട്ടില്ല. പലർക്കും ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ, അതും 5 വർഷത്തോളമായി, 4 വർഷം കഴിയും. ഇത് ഒരെണ്ണം വായിച്ചിട്ട് വരിക, അടുത്ത് തരും. ഇന്നു വരെ ഒരു വ്യക്തി ഒന്ന് ചോദിച്ചിട്ടില്ല പാസ്റ്റർ അത് ഞാൻ വായിച്ചത് അടുത്ത പുസ്തകം വേണം. അപ്പോ എന്റെ ഉള്ളിൽ ദൈവം പറയുന്ന കാര്യം പറയുക എന്നതാണ് എന്റെ ദൗത്യം. എന്നോട് വിരോധം തോന്നുന്നുവെങ്കിൽ ഈ വചനം പറഞ്ഞതായ തന്നെ ആത്മാവ് അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ എന്ന് കർത്താവ് തന്നെ പറയുന്നു. അപ്പോൾ ഈ കൂട്ടർ ജീവപുസ്തകത്തിൽ പേരും ഉണ്ടായിരുന്നു, വചനത്തിന് എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ട് നിഷേധിച്ചു, അനുസരിച്ചില്ല. ഇവരുടെ അത് കത്തോലിക്ക പെന്തക്കോസ്തിൽ നിന്ന് നമ്മൾ എത്രയോ പേരെടുത്ത് പറയുന്നു അവരുടെ പേര് മുഴുവനും മായ്ക്കും. അവര് മായ്ക്കുന്നവരാണ് തീപ്പൊയ്കൾ തള്ളി. അടുത്ത കൂട്ടര് പേരെഴുതപ്പെടാത്തവർ, ഇവരുടെ പേര് ഒരിക്കലും ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ സഭയിൽ തന്നെ വന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രവും പ്രവചനവും ദർശനവും അന്യഭാഷയും ദൂതുണ്ടാവും, വലിയ വിശുദ്ധരും ഒക്കെ ആയിരിക്കും. പക്ഷെ ആത്മാവിന്റെ ഒരു ഫലവും കാണില്ല. അവരും സഭയിൽ വേണമെന്നാ കർത്താവ് പറയുന്നത്. ആ കൂട്ടര് ഒരിക്കലും പേരില്ലാത്തവരാണ്, അവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളും. ഇപ്പോൾ സഭയിൽ ഇരിക്കുന്നതിൽ 3 ടൈപ്പ് ഉണ്ടെന്ന് വചനം പറയുന്നു. നമ്മൾ ഇവിടെ കേൾക്കും, ഈ വക കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രം ഒരു ഉൾഭയവും, പുറത്തിറങ്ങി ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ സ്വതന്ത്രമായി നമ്മുടേതായ രീതിയിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മളെ ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ആത്മാവ് നമ്മളിൽ വന്നോ എന്ന് പരിശോധിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വേറൊരു ലൈഫാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് പറയാനേ കൊള്ളാവൂ. ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. സുവിശേഷ നിമിത്തം അവരുടെ ഉണർവും ദാഹവും എരിവും ഒക്കെ നോക്കുക. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ആരെയും വേദനിപ്പിക്കാനല്ല. അപ്പോ ഇവർ ദുഷ്ടന്മാർ ദണ്ഡനത്തിലേക്ക്, അതായത് തീപ്പൊയ്കയിലേക്ക് പോകും. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും. നീതിമാന്മാർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നത് നീതിമാൻ. നോഹ നീതിമാനാണ്, വിശുദ്ധനല്ല. ആ കാലത്ത് വിശുദ്ധനാരാണ്? ഹാനോക്ക്, മരണം കൂടാതെ എടുക്കപ്പെട്ടു. നോഹ നീതിമാൻ, പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. 1 വർഷത്തോളം ആ പെട്ടകത്തിനകത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കാലഗതിക്ക് അനുസരിച്ച് ജീവിച്ച് മരിച്ചാണ് അവൻ പോയത്. ഓക്കെ, ദുഷ്ടന്മാരെ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളുന്നതിന് 2 ന്യായവിധികൾ ഉള്ളതായി തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. 2 ന്യായവിധിയില്ല, ഒറ്റ ന്യായവിധി. മഹാകഷ്ടകാലത്തിന് ശേഷം മൃഗവും കള്ളപ്രവാചകന്മാരുമാണ് വിധിക്കപ്പെടുന്നത്. ആരാണ്? പെട്ടെന്ന് വായിച്ചു പോകും, നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു. ഞാൻ ഇതിപ്പോ എന്താണ് വായിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ശ്രദ്ധിക്കുക. മഹാകഷ്ടകാലത്തിന് ശേഷം, അതായത് എപ്പോഴാ? വിശുദ്ധന്മാർ പോയിട്ട് ഇനി വരാൻ പോകുന്ന മഹോദരകാലം. ജോയൽ ബ്രദർ നമ്മൾ സംസാരിച്ച് അനേക പാസ്റ്റർമാരിന്ന് പഠിപ്പിക്കുന്നത് മണവാട്ടി മഹാകഷ്ടകാലത്തിൽ ഇവിടെ ഉണ്ടാകുമെന്നാണ്. ഒരിക്കലും ഉണ്ടാകില്ല. ഭയങ്കര ഭക്തനാണ്, ധാരാളം ജനങ്ങളുണ്ട്, അനേകരെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനങ്ങൾ കേൾക്കാൻ ഞാൻ പണ്ട് പോയിരുന്നു. ഒരു 18-19 വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങളോളം ഞാൻ പോയിരുന്നു. അവിടെ ഈ ബ്രദറും കുറെ കാലം പോയിരുന്നു, ആലുവയിൽ ഷാജി ബ്രദർ എന്ന് പറയും. അവിടെ അവരിന്നും പഠിപ്പിക്കുന്നു മണവാട്ടി പീഡയിലൂടെ കടക്കും, ഒരിക്കലും പോകില്ല. അതിനൊരു ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ജോസഫിന്റെ ജനം മിസ്രൈമിൽ ദാരിദ്ര്യവും കൊടിയ പീഡനവും മരണവും വരുന്നതിന് മുമ്പ് മിസ്രൈമിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ജോസഫ് വിവാഹം കഴിച്ചിരുന്നു. അവൾ കൊട്ടാരത്തിലാണ്, പീഡ വരുന്നതിന് മുമ്പ്. ഇനി രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവര് പീഡ അവിടെ നടക്കുന്ന സമയത്ത് ദൈവം അവരെ സംരക്ഷിച്ചു. അവർ ആ കാലഗതിക്ക് അനുസരിച്ച് കൊട്ടാരത്തിന് പുറത്ത് ഈ കൊട്ടാരത്തിലുള്ളവർക്ക് വേണ്ടി സേവ ചെയ്ത് ജീവിക്കുകയാണ്. അവരാണ് ഫറവോനെ, ജോസഫിനെ സ്തുതിച്ചത്. അതുപോലെ വിശുദ്ധൻ ഹാനോക്ക് വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് എടുക്കപ്പെട്ടു. നോഹ ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവം പ്രത്യേകിച്ച് ഒരു സംരക്ഷണം നോഹയ്ക്ക് കൊടുത്തു. ജോസഫിന്റെ ജനം പ്രത്യേകിച്ച് സംരക്ഷണം കരുതിയതുപോലെ അതാണ് വെളിപ്പാടി പറയുന്നത്, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, തൊട്ടുപോകരുതെന്ന. നോക്കണേ, രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവരെ പോലും നമ്മളിലുള്ളവരാണ്. രണ്ടാമത്തെ ഗണത്തിൽ ആരായാലും പോകും, ആരെന്നുള്ളതല്ല. ദൈവം പറയുന്നത് 3 ടൈപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ 3 ടൈപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നാമം നിഷേധിക്കാത്തത് അവിടെ പറയണേ, എണ്ണ എന്താ? അഭിഷേകം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ നിത്യജീവൻ വരുന്നില്ല, അവരെ പോയി. അഭിഷേകമെങ്കിലും ലഭിച്ചവർ. പിന്നെ അടുത്തെന്ന് പറയുന്നത് വീഞ്ഞ്. എന്താ വീഞ്ഞ്? എന്നാണ് നമ്മൾ പഠിച്ചത്.
പബ്ലിക്കാണ്, എന്നാലും പഠിക്കട്ടെ എന്നാണ് ലോകം പഠിപ്പിക്കാൻ ഒരു വീര്യം. പക്ഷെ നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് പഠിച്ചത് എന്ന് വെച്ചാൽ വീര്യമല്ല, വെളിപ്പാട്. വെളിപ്പാട് ലഭിച്ചതാണ് സഭ. ആലോചിച്ച് നോക്കുക, ആ വെളിപ്പാട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ലഭിക്കുകയാണ്. ഈ സഭ ദൈവത്തിന്റെ വെളിപ്പാട് തുറന്നു. വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തില് ഒരു ദൂതൻ വരുമ്പോൾ പറയുന്നത്, അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം. ഈ ചെറു പുസ്തകവുമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. വലിയ പുസ്തകമാണ് നമ്മുടെ കയ്യിരിക്കുന്ന ബൈബിൾ. 7 മുദ്രകളാൽ മുദ്രയിടാൻ ചെയ്യപ്പെട്ടതാണ് ബൈബിൾ. അതിൽ മറച്ചു വെച്ച സത്യത്തെ തുറന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് തുറന്ന ഒരു ചെറു പുസ്തകം. അതിൽ സീൽ ചെയ്തിരുന്നത് അകത്തും പുറത്തും മുദ്ര. ഓക്കെ, ആ മുദ്രയിൽ നിന്ന് തുറന്നതാണ് നമ്മുടെ മെസ്സേജ്. അപ്പൊ ഇത് കിട്ടിക്കൊണ്ടിരിക്കല് പുസ്തകമായിട്ട് വോയിസ് ആയിട്ട് നമ്മുടെ ഇരിക്കല്. അപ്പൊ വെളിപ്പാട് ലഭിച്ചു, എന്നിട്ടും തഴയപ്പെട്ടു പോയി. തഴയപ്പെട്ട് നമ്മൾ കാരണം തന്നെ, ദൈവമല്ല, എന്നിട്ടും അവരെ തൊട്ടു പോരുന്നത് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അതുപോലെ ഹാനോക്ക് പോയി, നോഹയെ ദൈവം സംരക്ഷിച്ചു. ജോസഫ് മിസ്രയീം പെൺകുട്ടി, ജാതികളായ നമ്മളിൽ നിന്ന് വിവാഹം കഴിച്ചു. യഹൂദനിൽ നിന്നല്ല, ജോസഫിന്റെ സഹോദരങ്ങളിൽ നിന്നല്ല വിവാഹം കഴിച്ചത്. ഈ മിസ്രയീം എവിടെ നിന്നാ വരുന്നത്? ശപിക്കപ്പെട്ടവരാ. അതിൽ നിന്ന് നമ്മളാണ്. അതിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ എടുത്ത് കൊട്ടാരത്തിൽ അവിടെ നിൽക്കുമ്പോൾ യഹൂദന്മാർ അവിടെ വന്നു, സ്വസ്ഥമായ സ്ഥലം ഒരുക്കി കൊടുത്തു. അപ്പോഴും അവരും അധ്വാനിക്കുന്നു, ലോകം വറുതിയിലായി മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോ മണവാട്ടി ഒരിക്കലും പീഡയിൽ പോവുകയില്ല. ഓക്കെ, ദുഷ്ടന്മാരെ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതിന് 2 ന്യായവിധികൾ ഉണ്ട്. ഇങ്ങനെ ഇല്ല. ഓക്കെ, മഹാകഷ്ടകാലത്തിന് ശേഷം ഇതാണ്, ഇത് ശ്രദ്ധിച്ചോണേ. മഹാകഷ്ടകാലം ഇനിയിപ്പോ ഒരു 7-8 പേജേ ഉള്ളൂ ജീവപുസ്തകം. പക്ഷെ 10 ആഴ്ച വേണമെങ്കിൽ എടുക്കേണ്ട സംഭവം ഈ 4-5 പേജിനകത്തുണ്ട്. 44 പേജ്, ഏകദേശം 30 പേജ് ആയിട്ടുണ്ട്. ഇനി 14 പേജ് ഉണ്ട്. 10 ആഴ്ച എടുത്താൽ പോലും തീരില്ല. നോക്കി ശ്രദ്ധിക്കുക. മഹാകഷ്ടകാലത്തിന് ശേഷം, അതായത് മഹോദര കാലത്തിന് ശേഷം ന്യായവിധി, മൃഗവും കള്ളപ്രവാചകന്മാരും ആണ് വിധിക്കപ്പെടുന്നത്. എനിക്ക് പറയാനുള്ള ഇതാണ്, ശ്രദ്ധിക്കണം. ആരാണ് മൃഗം? നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും പിശാച് പിശാച് പിശാച്. മൃഗവും കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ ആര്? മൃഗമാര്? ഇവിടെ കള്ളക്രിസ്തുക്കളും വരും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും മൃഗവും. ഒന്നുമല്ല, പറഞ്ഞില്ല. കള്ളക്രിസ്തുക്കൾ ആരാണ്? അതെ, ഈ സംഘടനാ സഭയുടെ തലപ്പത്തിരിക്കുന്ന പുരോഹിത വർഗം. കള്ള അഭിഷിക്തന്മാർ, ശരിയായ പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതിനെ അതേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയുന്ന ഈ പുരോഹിത വർഗത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ സ്നാനം യേശുക്രിസ്തു നാമത്തിലാണെന്നും ദൈവത്തിന്റെ വചനവും വെളിപ്പാടും അന്ത്യനാളിൽ അറിയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം അറിയിച്ചുവെന്നും അങ്ങനെ ഒരു വെളിപ്പാട് വന്നു എന്നും പറയാൻ ചെല്ലുമ്പോൾ ആ വചനം എല്ലാം എഴുതിയ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ അവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാവും? അപ്പൊ കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കള്ള അഭിഷിക്തന്മാർ. ഈ സഭകൾ ഒന്നും ദൈവത്തിൻ്റെതല്ല. എങ്കിൽ യേശു പറഞ്ഞ വചനം തെറ്റ്. വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം, വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. നമ്മൾ പഠിച്ചു സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാൻ. ഒരു 3-4 മാസം മുമ്പ് പഠിച്ചാണ്. ഇത് പത്രോസിന്റെ ലേഖനത്തിൽ വരുന്നത് പഠിച്ചാണ്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, ക്ഷമ, ഭക്തി, സഹോദര പ്രീതി. ഇത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ്, പിന്നെ ക്രിസ്തു തലക്കൽ മുകളിലേക്ക് പോകും. അപ്പോൾ സഭ, ലോകത്തെ സഭ ഇതാണ്. വലിയ ഭയങ്കര ജനമാണ് ലോകത്തുള്ള എല്ലാ സഭയിലും. യഥാർത്ഥ വചനവും വെളിപ്പാട് നമ്മളോട് പഠിപ്പിച്ചാണ്. യൂട്യൂബിൽ കിടപ്പുണ്ട്, താഴോട്ട് നോക്കുക. ഒരു ക്രിസ്തു വിശ്വാസത്തിന്റെ മാതൃക എന്നതാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ലഭിച്ച് 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 വരുമ്പോൾ സഭ ചുരുങ്ങി 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 വരും. ഇവിടെ അങ്ങനെ വന്നില്ല. ധാരാളം 40-45 പേരുണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ ചുരുങ്ങി ചുരുങ്ങി വന്നു. കാലത്തികവിൽ ദൈവത്തിന്റെ വചനവും വെളിപ്പാട് വരുമ്പോൾ ഇതിനകത്ത് തന്നെ വിശുദ്ധന്മാരും സുവിശേഷങ്ങളും പ്രാർത്ഥകരും ഭാസഭാര്യ അല്ലെങ്കിൽ ഭാസബന്ധുക്കളോ എന്ന് പറയുന്നവരോ വിശ്വാസികളോ പാസ്സാവേണ്ടവരെ ഇനി ആരെന്ന് പറഞ്ഞാലും വചനത്തിന്റെ വെളിപ്പാട് കഠിനമായി, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, അത് ഇന്ന് നമ്മൾ രാവിലെ ഒരു മെസ്സേജ് വീട്ടിലിട്ടിരുന്നു, 70 ആഴ്ചവട്ടം. അതിനകത്ത് പറയാണ് ഏലിയാവിന്റെ ആത്മാവിന്റെ സ്വഭാവം പഠിപ്പിക്കുകയാണ്. കർശനമായി തന്നെ പറയും, ആരുടെയും മുഖം നോക്കൂലെന്ന ഏലിയാവിന്റെ സ്വഭാവം.
അങ്ങനെ. പക്ഷെ ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരെ ഏലിയാവ് താങ്ങിയെടുക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ സ്നേഹത്തിന്റെ ആത്മാവുമായി വന്ന ഏലിയാവിനെ ലോകത്തെ ഒരു വ്യക്തിക്ക്, യോഹന്നാൻ സ്നാപകനില് സ്നേഹമുണ്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? അവൻ വിളിച്ചത് മുഴുവൻ പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ, അതിന്റെ നരകവിധി എങ്ങനെ ഒഴിയും? അവൻ കുറെ പേര് സ്ഥാനപ്പെടാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ ഉപദേശിച്ചത് ആറ് സർപ്പസന്തതികളെ. അവന് സ്നേഹമുണ്ടോ? ഞാനും അങ്ങനെ പറഞ്ഞ ആ പള്ളി പോകരുത്, അത് ശരിയല്ല. വന്നത് വാസ്തവമായി സർപ്പസന്തതികളായിരുന്നു, വെറുതെ അല്ല വിളിച്ചത്. ഓക്കെ. അപ്പൊ എരിവുകാരെന്ന് പറഞ്ഞാൽ സഭ എപ്പോഴും ചുരുങ്ങി 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 തന്നെ വരും, കഠിനമായി തന്നെ സംസാരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സഭകളുടെ തലപ്പത്തിരിക്കുന്ന പുരോഹിതൻ. അതിന്റെ കൂടെ വരുന്നത് ആരാണ്? അവരുടെ കൂടെ അതേ അഭിഷേകം അവരല്ലേ കൈവച്ചിട്ട് പ്രാപിക്കാം. അകത്തിരിക്കുന്നതല്ലേ പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ ഇപ്പൊ 5 രൂപ ഉള്ളൂ എങ്കിൽ എനിക്ക് 5 രൂപ അതിന് താഴെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, അവർ അത് തന്നെ കൊടുക്കുന്നു. ഞാനൊക്കെ അത് പ്രാപിച്ചിരുന്നതാ. എനിക്ക് അന്ന് ഈ വെളിപ്പാട് അന്വേഷിച്ചു, പക്ഷെ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനമെന്ന് കേട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ലജ്ജ ഉണ്ടായി. അന്നു മുതൽ ഇന്നു വരെയും പരിഹാസം. അപ്പോൾ അവർക്കറിയാത്തൊരു തലം കർത്താവ് തുറന്നു തന്നു, വെളിപ്പാട്. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പാട് ലഭിച്ചു. അത് നമ്മൾ അവർക്കോ കള്ളക്രിസ്തുവിന്റെ അഭിഷേകത്തോടുകൂടി ഇരിക്കുന്ന വിശ്വാസികളെയും, ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ, അവരും അഭിഷിക്തരാണ്. അപ്പോ വിശ്വാസികളെയും പുരോഹിതന്മാരെയും പറയുന്നത് കള്ളക്രിസ്തു. ഓക്കെ. അടുത്ത് കള്ള പ്രവാചകന്മാർ. പ്രവചനം എന്നാൽ എന്താണ്? ദൈവത്തിന് തന്റെ, ശ്രദ്ധിക്കണം, വെറുതെ പറഞ്ഞു പോകയില്ല, അതിന്റെ ഓരോ വരിയും ശ്രദ്ധിക്കണം. ദൈവത്തിന് തന്റെ ജനത്തോട് പറയുവാനുള്ളത് ദൈവത്തിന് പറയുവാനായി ദൈവം മനുഷ്യരിൽ നിന്ന് ഒരുവനെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അവനിലൂടെ ദൈവം സംസാരിക്കും. അവനെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അവന് സൈലന്റാ, എനിക്കൊന്നും അറിയില്ല, ആയിരിക്കും. വ്യാഖ്യാതാവോ ദൈവം തന്നെ വെച്ചിരിക്കും കൂടെ. ആ വ്യാഖ്യാതാവ് എഴുന്നേറ്റിട്ട് അതിന്റെ വ്യാഖ്യാനം പറയും. അങ്ങനെയാണോ ഈ അന്യഭാഷ പ്രവചനം എന്ന് പറയുന്നത്? ലോകത്ത് കൂട്ട വിളിയല്ലേ, എന്താണ് പറയുന്നത് അവർക്കും അറിയില്ല. ഓക്കെ. അപ്പൊ കള്ള പ്രവാചകന്മാർക്ക്, ഈ പ്രവാചകന്മാരാണ് ഈ സഭകളിൽ മുഴുവൻ ഇരിക്കുന്നത്, അല്ലേ? ഓരോന്നും അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒറ്റ പരിധത്തെ മഹാഘട്ടത്തിന് ശേഷം മൃഗവും കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വിധിക്കപ്പെടും. ഈ ഒരൊറ്റ ലൈനാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്. അതാണ്, ഇതുപോലെ പഠിപ്പിച്ചാൽ ദിവസങ്ങൾ എടുക്കും. അപ്പോൾ ആരാണ് കള്ളപ്രവാചകൻ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നവൻ. അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലം യോഹന്നാനോട് തീർന്നു എന്നാണ്? അല്ല. ഈ അപ്പോസ്തലന്മാരെ പ്രവചിച്ചിട്ടില്ലേ? ഇന്ന് ഇപ്പോ സംഭവിക്കേണ്ട കാര്യം ഈ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അവരുടെ കാലത്ത് മാത്രമല്ല. അപ്പൊ ദൈവം അവരിലൂടെയും പ്രവചിച്ചത് ആ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നമ്മൾ സ്ഥാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അന്ന് മുതൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും സംഭവിക്കേണ്ട കാര്യം മുൻകൂട്ടി പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ വന്ന അതേ പ്രവചന ആത്മാവാണ് ഈ സഭാപുരോഹിതന്മാരുടെ ഉള്ളിലെങ്കിൽ ഇതിനെ എങ്ങനെ നിഷേധിക്കും? നമുക്ക് ഇപ്പൊ നൽകുന്നത് എന്താണെന്ന് പറയാം? വീര്യം നൽകുകയാണ്. വീര്യം, വിശ്വാസം, വീര്യം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, അതിനുള്ള വെളിപ്പാട് പറഞ്ഞു, ഇനി അതിന്റെ വീര്യം വർദ്ധിപ്പിക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോഴാണ് ക്ഷമ. അപ്പൊ ആ മനുഷ്യ എവിടെ പോകും? എല്ലാം അതാ പൗലോസ് പറഞ്ഞ, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കും. അവന് കിട്ടിയൊക്കെ വെളിപ്പാട് ആർക്കും കിട്ടിയിട്ടില്ല. അവൻ തന്നെ നിഗളിച്ചു പോകുമോ? ശൂലം, അവിടെ അത് മതി, എനിക്ക് നിന്റെ കൃപ മതി. അതുപോലെ ഓരോന്നും പ്രാപിച്ചു വരുമ്പോൾ ക്ഷമ വേണം, ഭക്തി വേണം, പിന്നെ സഹോദരങ്ങളെ തമ്മിൽ സ്നേഹിക്കണം. അതില്ലെങ്കിലും വീണ്ടുപോയി. അപ്പോ ഇവിടെ കള്ള പ്രവാചകന്മാർ ക്രിസ്തു പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്ന ഈ സഭയുടെ പുരോഹിതന്മാരെ തന്നെയാണ് പറയുന്നത്. സഭയിലുള്ള പ്രവാചകര് ഇവര് പ്രവചിക്കില്ലേ പലപ്പോഴും സ്റ്റേജുകളിൽ കയറുന്ന സഭകളിലും? എന്തുകൊണ്ട്? അതേ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പൊ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ആരാണ്? ഈ സഭയുടെ തലപ്പത്തിരിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞു നിർത്താം. അടുത്ത് പറയുന്നത് മൃഗം. എന്താണ് മൃഗം എന്ന് അറിയണം. മൃഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ശക്തി. എന്ത് ശക്തി? പിശാചിന്റെ ശക്തി എന്നും അറിയാം. ഇത് എവിടെ കടന്നുകൂടി? സഭയിൽ. ഒന്നാമത്തെ സഭാകാലത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, പരിശുദ്ധാത്മാവ്
പ്രവചനമായി പറയാണ്. സ്വർഗത്തിന് പ്രവചനം മനസ്സിലായില്ല, വരാൻ പോകുന്ന കാലത്തേക്കുള്ള കാര്യങ്ങളും കൂടെ മുൻകൂട്ടി പറയുന്നതാണ്. അപ്പൊ അവിടെ പറയാണ് സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏക നാമം കർത്താവായ യേശുക്രിസ്തു. രക്ഷയ്ക്കെന്നേ പറയുന്നുള്ളൂ. അപ്പോസ്തലർ 16:32 എന്ന് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ പോകാൻ കഴിയില്ല. ഈ സഭകൾ മുഴുവനും അത് തള്ളിക്കളഞ്ഞിരിക്കുന്ന, അവരെ തള്ളിക്കളയിച്ചത് ആരാണെന്നാണ് ഈ ശക്തി. അതാണ് യേശുവിനെ ഉപദ്രവിച്ചവർക്ക് യേശു പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇപ്പം രവി ബ്രദർ എഴുന്നേറ്റ്, ബ്രദർ അതുവഴി പോകുന്നതാണ് അനുഗ്രഹം എന്ന് ദൈവം പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ ഒരു വാതിൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതുവഴി പോകാൻ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം ഇതുവഴി പോകുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനാണ് പുറത്തു പോകുന്നത്. പക്ഷെ ദൈവം പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു എന്ന വാതിൽ വഴിയായി പോകുവിൻ. ഇദ്ദേഹത്തിന് വേറെ വഴി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. തെറ്റിക്കുന്നവൻ ശക്തി, സാത്താൻ, അദ്ദേഹത്തിന് അറിയാം. അതാണ് ഈ ജനത്തെ, യേശുവിനെ ഉപദ്രവിച്ചവർ ഇന്ന് സഭകളിൽ ഇരിക്കുന്ന ജനത്തെയും തെറ്റിക്കുന്നത് സാത്താൻ, മൃഗം, അവർ കൂടിക്കലർന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് പറ്റുമോ പറയാൻ? പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ കള്ളപ്രവാചകൻ മൃഗവും, ഈ മൃഗം പിശാച്, സാത്താൻ എവിടെ വന്നു? അപ്പോസ്തലർ 4:12 പറഞ്ഞു നിർത്തുകയാണ്. അപ്പോസ്തലർ 4:12 ഈ കർത്താവ് യേശുക്രിസ്തു നാമം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ 5 വാക്യം താഴെ ഈ മൃഗം ആരിൽ പ്രവേശിച്ചു? ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പ്രകാരം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. അവരാര്? സഭയുടെ തലപ്പത്തിരുന്നു. അപ്പോസ്തലർ 4-ാമത്തെ അധ്യായം തുടക്കം മുതൽ വായിക്കുക. പടനായകന്മാരും സദൂക്യരും നിയമപാലകന്മാരും രാജാക്കന്മാരും മൂപ്പന്മാരും, അതായത് സഭയുടെ പുരോഹിത വർഗത്തിന്റെ ഉള്ളിൽ പിശാച് കടന്നിട്ട് ആ പിശാച് പുരോഹിതനിലൂടെ തന്നെ പറയുന്നു, ജനത്തിന് ശരീരവും വേഷവുമാണ് പുരോഹിതൻ. അവിടെ എന്തു പറയുന്നു? ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോടും ഈ നാമം മിണ്ടരുത്. 18-19 പറയുന്നത്, യേശു എന്ന നാമം അശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത് എന്ന് അന്ന് മൃഗം, പിശാച് പുരോഹിതനിൽ കയറി പറഞ്ഞത് 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഇന്നും CSI, മാർത്തോമാ കത്തോലിക്ക, ലൂതറൻ മിഷൻ, സൗന്ദര്യ എല്ലാ സഭകളിലും അവര് അതേ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും പറഞ്ഞു. ആരുടെ ശക്തി? ശത്രു, മൃഗം, പിശാചിനാൽ. അപ്പോൾ ഇതിന്റെ ഇത്രയും പറഞ്ഞതിന് പ്രാധാന്യം മനസ്സിലായി. എന്താണ് ഞാൻ ഈ പറഞ്ഞ ഉദ്ദേശം? ഈ ഇരിക്കുന്ന വിശ്വാസികൾ എന്ന് തങ്ങളെ തന്നെ പുകഴ്ത്തുകയും നമ്മൾ തന്നെ പലപ്പോഴും ജനപ്പെരുപ്പത്തെയും അല്ലെങ്കിൽ വലിയ ജനം എന്ന് പറഞ്ഞ മഹാപുരോഹിതന്മാർ എന്ന് പറയുന്നവര് ന്യായവിധി നാളിൽ ദൈവം കണ്ടുപിടിച്ചിരിക്കുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും മൃഗവും ഇവർ നരകത്തിൽ പോകാനുള്ളവരാണ്. അവരുടെ കൂട്ടായ്മയിൽ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? അവിടെ അടുത്തത് പാടി പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റും? ബ്രദറെ, ആരാധനയ്ക്ക് പോകാൻ പ്രവാചകൻ പറഞ്ഞിട്ട് പോകാൻ പാടില്ല ബ്രദർ. അവന്മാര് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാ. അങ്ങനെ ഈ സഭയിൽ വന്ന് സ്നാനപ്പെട്ടിട്ട് കാട്ടക്കട ജോൺ ബ്രദർ പറഞ്ഞ സഹോദര, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആരാധനയ്ക്ക് പെന്തക്കോസ്തിൽ വേണമെങ്കിൽ പോകാമെന്ന്. പോകരുത്. അത് യേശുവിൻ 2 രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഭവനം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുക്കാൻ പോയിരിക്കുന്നു. മൂടുപടം വേണ്ട, ദൈവസഭയ്ക്ക് വേണ്ട. മൂടുപടം ഇട്ടില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. ഇപ്പൊ നാം ഇറങ്ങി വന്ന് നമുക്ക് ഇവരുടെ ഭാഷ കലക്കാം. 11 നാം എന്ന് പറയും ബഹുവചനം, അവരെ തെറ്റിക്കാനാ. അതിന്റെ 5-ാമത്തെ വാക്യമായി യഹോവ ഇറങ്ങി വന്നു. നാം നമ്മുടെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് തെറ്റിക്കാനാ 3 തോന്നും. എന്നിട്ട് ദൈവത്തിന് തന്റെ സ്വരൂപത്തിൽ കണ്ടോ. അപ്പൊ മണവാട്ടിക്ക് വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്, ഈ മരണത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മരണത്തിലേക്ക് വേണ്ടുന്ന ഈ ആഹാരം ഭക്ഷിച്ചിട്ട് പിശാചിനാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനം സഭയെന്നും പുരോഹിതനെന്നും വിശുദ്ധന്മാരെന്നും ഞാൻ പറയുന്നുവെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ തന്നെ അവിശ്വാസത്തിന്റെ ഗണത്തിലല്ലേ വരുള്ളൂ. പക്ഷെ ഇങ്ങനെ ദൈവം വിളിച്ചു ചേർത്ത് പഠിപ്പിക്കുന്നവൻ സാമ്പത്തികമായി അനുഗ്രഹമുള്ളവനായിരിക്കും. അനുഗ്രഹിച്ചാൽ ഒന്നുമില്ലാത്തവനായിരിക്കും. ഇത്രയും ദൂരം ഇപ്പം ബ്രദർ കൊല്ലത്തുനിന്നാണ് വന്നിരിക്കുന്നത്, ഇദ്ദേഹം ഏകദേശം നെടുമങ്ങാട് അടുത്തുനിന്നാണ് വന്നിരിക്കുന്നത്. തലേ ദിവസം വരെ. എന്തുകൊണ്ടാ? എന്നാലും വേണ്ടില്ല ജീവൻ പ്രാപിക്കണം. അതിൽ ഒരു സ്ഥലമേ ദൈവം നിയമിച്ചിട്ടുള്ളൂ, ഒരു വാതിലേ ഉള്ളൂ. മാർത്ത സിസ്റ്റർ വന്നിട്ടില്ല, അവർ മാങ്ങാ വിറ്റോണ്ടിരിക്കുകയാണ്. അവർ പണ്ട് എപ്പോഴും പറയും, ഒരു വാതിലുണ്ട് അങ്ങ് കീളിയോട്, വേണമെങ്കിൽ ഒന്ന് ജീവൻ പ്രാപിച്ചോ എന്ന് പറഞ്ഞിരുന്ന സഹോദരിയാണ്. ഇപ്പൊ നോക്കൂ, ഒരു മാങ്ങ ബിസിനസ് കിട്ടി, നല്ല ലാഭം കിട്ടിയ പള്ളിയും വേണ്ട. തിരുവത്താഴം പോലെ കഴിഞ്ഞ ഞായറാഴ്ച തിരുവത്താഴത്തിന്റെ അന്ന് ഒരു മാങ്ങ ബിസിനസ് ആണ്. റോഡ് സൈഡിൽ തട്ട് വെച്ചിട്ട് വിൽക്കുകയാണ്. എന്ത് വിശ്വാസമാണ്!
ഇതിനകത്ത് 2-3 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ കള്ളപ്രവാചകന്മാരെന്ന് വെച്ചാൽ മൃഗം പരിശുദ്ധാത്മാ ശക്തി അല്ലാതെ എതിർക്ക് എഴുന്നേക്കാം. ഇവിടെ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും മൃഗത്തെയും എവിടെ ഇടുമെന്ന് പറഞ്ഞത്? തീപ്പൊയ്കയിൽ. അങ്ങനെ തീപ്പൊയ്കയിൽ ഇടാനിരിക്കുന്ന ഇവരെങ്ങനെ ദൈവജനമാവും? അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ജീവൻ, നമ്മളിൽ വന്ന ജീവൻ അവർക്ക് കൊണ്ട് കൊടുക്കുവാനാണ് നമ്മൾ ഈ പോകുന്നത്. അതിലേക്ക് ഇനിയും നിങ്ങൾ പ്രവർത്തിക്കണം. എന്തെന്നില്ലാതെ ഇറങ്ങിത്തിരിക്കണം. നിങ്ങളുടെ കുഞ്ഞിനൊരു പനി വന്നോ, ഓട്ടോ വിളിച്ചോ, ബസ് വിളിച്ചോ, കാറ് വിളിച്ചോ, ഒന്നുമില്ല, നിങ്ങൾ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുവോ? എടുത്തോണ്ട് ഓടും. മഴയും കൂടെയാണ്, കുടയുമില്ല, ഒരു വാഴയിലെങ്കിലും എടുത്ത് പിടിച്ചും കൂടെ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ പോകും. അത് രക്തബന്ധമാണ്. നമുക്ക് ഇതുപോലെ യേശു ക്രിസ്തുവുമായി ഒരു രക്തബന്ധമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രിസ്തുവിനെ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ടുവെങ്കിൽ ആ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, പ്രാർത്ഥിക്കണം, കണ്ണടയ്ക്കണം. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുമെന്ന് ഉപയോഗിച്ച വാക്കുകൾ കഠിനമാണ്. ബൈബിളും അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. 3 ടൈപ്പ് ജനത്തിനും വേണ്ടിയിട്ട് ദൈവം സംസാരിച്ചിരിക്കുന്നു. തെറ്റിക്കുന്ന തരത്തിൽ പിശാചിനെ കൊണ്ടുവന്നിട്ട് അതും ദൈവം തന്നെയാണ്. പിശാചിനെ അതിൻ്റെതായ ഉദ്ദേശത്തിന് വെച്ചിരിക്കുന്നു, യൂദയെ അതിൻ്റെതായ ഉദ്ദേശത്തിന് വെച്ചിരിക്കുന്നു, ദൈവജനത്തെയും വെച്ചിരിക്കുന്നു. എന്റെ ജനം എന്റെ ശബ്ദം കേൾക്കും, അവർ അന്യനെ അറിയായികയാൽ അന്യന് വിട്ട് ഓടിപ്പോകും. പത്രോസാണ് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞത്. യേശു പറഞ്ഞത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതുകൊണ്ട് എനിക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെതാണ്, യേശുവിൻ്റെതാണെങ്കിൽ ആ യേശു തന്നെ ആത്മാവായി വന്ന് പത്രോസിലൂടെ പറഞ്ഞതാണ്. അത് ദൈവത്തിന്റെ വചനമാണെന്ന് അവർ തിരിച്ചറിയുമായിരുന്നു. അങ്ങനെ ഇത് വ്യത്യസ്തമെന്ന് കാണുന്നത് കൊണ്ട് തന്നെ അവർ ദൈവജനമല്ലെന്ന് അവരുടെ ജീവിതം ഫലം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. അവരുടെ നിന്ന് കർത്താവെ കരങ്ങളെ വരുത്താം. അവരുടെ കർത്താവെ നമ്മെ വിളിച്ചു ചേർത്ത മഹാകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. നാം ഒന്നും അറിയാതിരിക്കുക, എന്നാൽ നമ്മുടെ ഉള്ളിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങിട്ടുന്ന വചനമെന്ന വിത്ത് അത് അന്വേഷിച്ചിരുന്നു. കാലത്തികവിൽ അങ്ങ് നമുക്ക് വെളിപ്പെടുത്തി തന്ന മഹാകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരാളിന് 12 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് പോകേണ്ടത് പോകാം. അതല്ല 12 പോകാം. ആശീർവാദം പോകേണ്ടി പൊയ്ക്കോളാം. 12 മണിക്ക് ട്രെയിൻ അല്ലേ, പെട്ടെന്ന് പൊയ്ക്കോളാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതല്ല പതുക്കെ പോയാൽ മതി, നിൽക്കുക, ദശമങ്ങൾ കാണിക്കട്ടെ. അതിന് അത്യാവശ്യമുള്ളവർക്ക് പോകാം. ആശീർവാദം പറഞ്ഞു, അല്ല മെസ്സേജ് കഴിഞ്ഞു കാണിക്കുന്ന ദശാംശം പ്രാപിക്കാം. കരങ്ങൾ നിർത്താം. കർത്താവെ, നാം അങ്ങിലും അങ്ങ് നമ്മിലുമായിരുന്നപ്പോൾ ക്രിസ്തുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചതിന്റെ ഒരു ഭാഗം ദശാംശമായും കാണിക്കായി തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു. കരുണയുള്ള കർത്താവെ, മുഴുവൻ തുരുമ്പെടുക്കാതെയും കള്ളന്മാർ ദുരിതം മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിലെ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സന്തോഷ സമൃദ്ധി പോരായി ഒരു വളർന്നു നൽകുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഈ കൂട്ടായ്മ പിരിച്ചുവിട്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. Thank you.